നമുക്ക് അല്പമായി ചിന്തിക്കാൻ ദൈവം കൃപ ചെയ്യും. आखिर करके एक चीज में हमने देखा परमेश्वर की आत्मा क्या कह रही थी। കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചു ഒടുവിൽ കർത്താവിലും കർത്താവിൽ സന്തോഷിക്കും. पिछले दिनों में हमने देखा था कि परमेश्वर में आनंदित रहो। ഇന്ന് പകൽക്കാലം പൗലോസ് പറയുന്നത് ഒടുവിൽ ആമേൻ എന്നുള്ള ഒരു വിഷയത്തെ കുറിച്ചാണ് പൗലോസ് നമ്മോട് സംസാരിക്കുന്നത്. तो आज सुबह भी पौलुस जो है हमसे बात करना चाहता है आखिर करके बात करना। നമുക്കൊരു വാക്യം വായിക്കാം. 2 തെസ്സലോനിക്കരുടെ ലേഖനം അതിന്റെ 3-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം. आयन पढ़ते 2 थिस्सलुनीकियों 3:1. ആമേൻ. 2 തെസ്സലോനിക്കർ 3-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു: ഒടുവിൽ സഹോദരന്മാരെ, കർത്താവിന്റെ വചനം നിങ്ങളുടെ അടുക്കൽ എത്തിയതുപോലെ വേഗം വ്യാപിച്ച് മഹത്വപ്പെടുവാൻ. हम देखते 2 थिस्सलुनीकियों किताब 3:1 में, निदान हे भाइयों, हमारे लिए प्रार्थना किया करो कि प्रभु का वचन ऐसा शीघ्र फले और महिमा पाए जैसे तुम में हुआ. അടുത്ത് പറയുന്നത്, വല്ലാത്തവരും ദുഷ്ടന്മാരുമായ മനുഷ്യരുടെ കയ്യിൽ നിന്നും ഞങ്ങൾ വിടുവിക്കപ്പെടുവാനും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പിൻ, വിശ്വാസം എല്ലാവർക്കും ഇല്ലല്ലോ. और अगला कहा जा रहा है कि हम टेढ़े और दुष्ट मनुष्य से बचे रहे क्योंकि हर एक में विश्वास नहीं. ആമേൻ. ഇവിടെ പൗലോസ് പറയുന്നത് കർത്താവിന്റെ വചനം നിങ്ങളുടെ അടുക്കൽ എത്തിയത്. यह पौलुस कहता है कि परमेश्वर का वचन आपके निकट आया है. പൗലോസ് തെസ്സലോനിക്ക സഭയ്ക്ക് ലേഖനം എഴുതുമ്പോൾ पौलुस थिस्सलुनीकियों को कलीसिया को जब ये पत्र लिख रहा था, കർത്താവിന്റെ വരവും അനന്തര സംഭവങ്ങളെ കുറിച്ചൊക്കെ അവരോട് സംസാരിച്ചു. परमेश्वर के आने का और चिन्हों के बारे में बात कर रहे हैं. അവരുടെ വിശ്വാസത്തെ കുറിച്ച് സംസാരിച്ചു. उनके विश्वास के बारे में बात की. സഭയുടെ മുന്നോട്ടുള്ള കാര്യങ്ങളെ കുറിച്ചെല്ലാം വ്യക്തമായിട്ട് പൗലോസ് സംസാരിച്ചു. वो कलीसिया और उसके बढ़ाव के बारे में सभी चीज पौलुस बताते हैं. 1-ാം ലേഖനത്തിൽ അവർക്ക് അനേക കാര്യങ്ങളെ മനസ്സിലാക്കി കൊടുത്തു. तो पहला पत्र में कई सारी चीजें समझाते हैं. 2-ാം ലേഖനത്തില് അതിന്റെ അവസാനത്തിനോട് അടുക്കുമ്പോൾ दूसरा पत्र में जब वो आखिर में पहुंचते हैं, പൗലോസ് പറയുന്നു, ഒടുവിൽ സഹോദരന്മാരെ. पौलुस कहता है कि आखिर में मेरे भाइयों. ഒടുവിൽ സഹോദരന്മാരെ, आखिर में मेरे भाइयों, കർത്താവിന്റെ വചനം നിങ്ങളുടെ അടുക്കൽ എത്തി. परमेश्वर का वचन तुम्हारे पास आया. നിങ്ങളുടെ അടുക്കൽ കർത്താവിന്റെ വചനം എത്തിയത് आपके पास परमेश्वर का वचन आया है. അത് എങ്ങനെയെന്ന് നിങ്ങൾ അത് മനസ്സിലാക്കണം. वो कैसे है करके आपको समझना है. മാത്രമല്ല, നിങ്ങളുടെ അടുക്കൽ എത്തിയ വചനം മറ്റുള്ളവരുടെ അടുക്കിലേക്കും വേഗം എത്തിച്ചേരണം. और जो आपके करीब आया वचन दूसरों के करीब भी आना है. മറ്റുള്ളവരുടെ അടുക്കൽ എത്തുമ്പോൾ അവിടെ ദൈവത്തിന്റെ നാമം മഹത്വം എടുക്കണം. जब दूसरे के करीब आता है तो परमेश्वर का नाम का महिमा होता है. ദൈവവചനം പോകുന്നിടത്തെല്ലാം ദൈവനാമം മഹത്വം എടുക്കണമെന്നാണ് പൗലോസ് പറയുന്നത്. परमेश्वर का वचन जहाँ जहाँ जाता है वहाँ पे परमेश्वर का नाम की महिमा होना पौलुस कहते हैं. മഹത്വം എടുക്കണമെങ്കിൽ നിങ്ങളുടെ അടുക്കൽ എത്തിയതുപോലെ അത് മറ്റുള്ളവരുടെ അടുക്കൽ എത്തണം. तो महिमा पाना है तो आपके करीब आया वैसे दूसरे करीब भी जाना है. നമ്മുടെ കയ്യിൽ ലഭിച്ച വചനം നമ്മൾ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കണം. हमारे हाथ में मिला वचन दूसरों की तरफ हमें भेजना है. കാരണം തിമോത്തിയോസിനോട് പൗലോസ് പറയുമ്പോൾ ഇങ്ങനെ പറയുന്നുണ്ട്, तीमुथियुस को परमेश्वर ऐसा कहते हैं, നിനക്ക് ലഭിച്ചത് നീ മറ്റുള്ളവരെ ഫലമേൽപ്പിക്കുക. आपको जो मिला है वो दूसरों की तरफ पहुंचाना है. കാരണം നിന്റെ കയ്യിൽ എത്തിച്ചേർന്നത് അത് നിനക്ക് വേണ്ടി മാത്രമല്ല, അത് മറ്റുള്ളവർക്കും കൂടെ ഉള്ളതാണ്. क्योंकि आपके पास जो है सिर्फ आपके लिए नहीं दूसरों के लिए भी है. പ്രിയമുള്ളവരെ, ഓരോ ദിവസവും അതിരാവിലെ നമ്മൾ ദൈവവചനം കേൾക്കുമ്പോൾ तो हम हर सुबह परमेश्वर का वचन सुनने के समय ഓരോ ദൈവദാസന്മാരിൽ കൂടെ ഈ ശക്തമായ ദൂതുകൾ നമ്മൾ കേൾക്കുമ്പോൾ हर एक दास के जरिए हम जो है ताकत से भरा हुआ जो वचन सुनते हैं. കാരണം ഓരോ ദിവസവും നമുക്ക് ശ്രേഷ്ഠമായ ദൈവിക വചനങ്ങളെ ലഭിച്ചുകൊണ്ടിരിക്കും. क्योंकि हर दिन हमें जो एक खास परमेश्वर का वचन मिलता है. നമുക്ക് അത് മറ്റുള്ളവർക്ക് കൂടെ പകർന്നു കൊടുക്കാനുള്ളത്. तो वो जो हमें दूसरों को भी देना है. നമ്മൾ പ്രാപിച്ച് നമ്മൾ മാത്രം അനുഭവിക്കാനുള്ളതല്ല, हम प्राप्त करके सिर्फ हमें अनुभव कराना. അത് മറ്റുള്ളവരിലേക്ക് എത്തുമ്പോഴാണ് ദൈവനാമ മഹത്വം എടുക്കുന്നത്. दूसरों की तरफ पहुंचाने के समय परमेश्वर का नाम की महिमा होता है. അത് നമ്മുടെ കയ്യിൽ ഇരിക്കുമ്പോൾ അത് മറ്റുള്ളവർക്ക് അത് പ്രയോജനകരമായി തീരത്തില്ല. जब वो हमारे हाथ होता है तब दूसरों को वो काम में नहीं आता है. മറ്റുള്ളവർക്ക് പ്രയോജനകരമാകണമെങ്കിൽ അത് നമ്മൾ പകർന്നു കൊടുക്കണം. तो दूसरों को भी काम में आना है तो हमें उन्हें पहुंचाना है. ഇവിടെ തെസ്സലോനിക്കരോട് പറയുക, थिस्सलुनीकियों को ऐसा कहता है, നിങ്ങളുടെ അടുക്കൽ എത്തിച്ചേർന്ന ദൈവത്തിന്റെ വചനം, आपके करीब आया हुआ परमेश्वर का वचन, നമ്മുടെ അടുക്കൽ എത്തിച്ചേർന്ന ദൈവത്തിന്റെ വചനം हमारे तरफ आया परमेश्वर का वचन നമ്മുടെ അടുക്കൽ എത്തിയതുപോലെ തന്നെ हमारे करीब आने के समान മറ്റുള്ളവരിലേക്ക് അത് വേഗം വ്യാപിക്കണം. दूसरों की तरफ भी वो जाना चाहिए. അതുകൊണ്ട് പൗലോസ് പറയുന്നത്, इसलिए पौलुस कहता है, നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. आप हमारे लिए प्रार्थना कीजिए. അപ്പോസ്തലനായ പൗലോസ് പ്രാർത്ഥന ആവശ്യപ്പെടുക.
प्रेरित पौलुस प्रार्थना की आवश्यकता कर रहे हैं, താനും തന്റെ കൂടെ ഉള്ളവർക്കും വേണ്ടി പ്രാർത്ഥന ആവശ്യപ്പെടുക. अपने लिए और अपने साथ रहने वालों के लिए प्रार्थना के लिए. ഇന്ന് അനേകർ പ്രാർത്ഥന ആവശ്യപ്പെടാറുണ്ട്. आज कई जन प्रार्थना की मांग करते हैं. നമ്മൾ ഒത്തിരി പ്രാർത്ഥനാ വിഷയങ്ങൾ പറയാറുണ്ട്. हम कई सारे प्रार्थना विषय बताते हैं, പക്ഷെ നമ്മുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ എന്താണ്? परंतु हमारी प्रार्थना विषय क्या है? നമ്മൾ ഏതെല്ലാം വിഷയങ്ങൾക്ക് വേണ്ടിയാ പ്രാർത്ഥിക്കുന്നത്? कौन सी चीजों के लिए हम प्रार्थना करते हैं? നമ്മുടെ പ്രാർത്ഥന കൂടുതലും നമുക്ക് വേണ്ടി മാത്രമായിരിക്കും. प्रार्थना कई बार हमारे लिए होता है, നമ്മുടെ ഭൗതികം, നമ്മുടെ ആത്മീകം, നമ്മുടെ ജീവിതത്തിന് വേണ്ടി മാത്രം. हमारे भौतिक चीजों के लिए, हमारे आत्मिक चीजों के लिए, हमारे जीवन के लिए, നമ്മുടെ കുടുംബത്തിന് വേണ്ടി, നമ്മുടെ തലമുറകൾക്ക് വേണ്ടി, हमारे परिवार, हमारे वंश के लिए, നമ്മുടേതായ വിഷയങ്ങൾക്ക് വേണ്ടിയാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. हमारे चीजों के लिए हम प्रार्थना करते हैं. നമ്മുടെ വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കരുതെന്നല്ല ഞാൻ പറയുന്നത്. हमारे विषय के लिए प्रार्थना नहीं करना है करके नहीं कह रहा हूँ, എന്നാൽ നമ്മുടെ വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിലും അധികമായി മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. परंतु हमारे विषय के लिए प्रार्थना करने से अधिक दूसरों के लिए प्रार्थना कीजिए. കാരണം സങ്കീർത്തനത്തില് നമ്മൾ പ്രാർത്ഥനയെ നോക്കുമ്പോൾ क्योंकि भजन संगीता में जब हम देखते हैं प्रार्थना, അവൻ പലപ്പോഴും പ്രാർത്ഥിക്കുന്ന ദൈവദാസന്മാർ പറയുന്ന ഒരു വാക്കുണ്ട്. तो कई बार जो प्रार्थना करने वाले परमेश्वर के दास ऐसा कहते हैं, അവർ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഇങ്ങനെയാണ് പ്രാർത്ഥിക്കുന്നത്: वो अपने लिए प्रार्थना करने से ऐसे प्रार्थना करते हैं, ഞങ്ങളെ യഥാസ്ഥാനപ്പെടുത്തണം. हमें जो है सही स्थान में पहुंचाइए. ഞങ്ങളെ യഥാസ്ഥാനപ്പെടുത്തണം. तो सही स्थान में पहुंचाइए. ഒരു പ്രാർത്ഥന മതി നമ്മുടെ എല്ലാ വിഷയങ്ങളും അവർ അടങ്ങിയിട്ടുണ്ട്. तो वो प्रार्थना में हमारे सारे विषय है. പക്ഷെ എന്നാൽ ഇന്നത്തെ നമ്മുടെ പ്രാർത്ഥനാ വിഷയം എന്താണ്? परंतु आज का हमारा प्रार्थना विषय क्या है? നമ്മുടേതായ വിഷയങ്ങൾ മാത്രമേ നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്നുള്ളൂ. हमारे विषय के लिए हम प्रार्थना कर पाते हैं, എന്നാൽ മറ്റുള്ളവരുടെ വിഷയങ്ങൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയുന്നുണ്ടോ? परंतु दूसरों के विषय के लिए क्या हम प्रार्थना कर पाते हैं? ഇവിടെ പൗലോസ് പ്രാർത്ഥന ആവശ്യപ്പെടുന്നത് यहाँ पौलुस प्रार्थना की मांग कर रहे हैं, എന്റെ ഭൗതിക നന്മകൾ വർദ്ധിക്കണമെന്നല്ല, मेरी भौतिक चीजें बढ़ने के लिए नहीं, ഈ ലോകത്തിൽ എന്നെ പ്രശസ്തനാക്കി തീർക്കണമെന്നല്ല, ये दुनिया में जो है मशहूर होने के लिए नहीं, എന്റെ കാര്യങ്ങളെല്ലാം നടക്കണമെന്നല്ല. मेरे काम पूरी होने के लिए नहीं. പൗലോസ് പ്രാർത്ഥിക്കുന്നത് ദൈവവചനം മറ്റുള്ളവരിലേക്ക് എത്തിക്കപ്പെടുവാനാണ്. वो ऐसे कहते हैं कि परमेश्वर का वचन दूसरों तक पहुंचाना है. ദൈവത്തിന്റെ വചനം എല്ലാവരിലും എത്തിച്ചേരണം. परमेश्वर का वचन हर एक जन के पास पहुंचना है. കാരണം कारण ഇവിടെ പറയുന്നത് വല്ലാത്തവരും ദുഷ്ടന്മാരുമായ മനുഷ്യരുടെ കയ്യിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കപ്പെടണം. तो यहाँ पे कहा गया है टेढ़े और दुष्ट लोगों के हाथों से बचाना है. അപ്പോ ഈ ഭൂമി പൗലോസിന് വിരോധമായി നിൽക്കുന്ന ജനത്തെ കുറിച്ച് പറയുന്നു. तो पौलुस के विरुद्ध रहने वाले लोगों के बारे में हम देखते हैं. വല്ലാത്തവരും ദുഷ്ടന്മാരുമായ മനുഷ്യര് तो टेढ़े और दुष्ट लोग हैं. അവരുടെ കയ്യിൽ നിന്ന് വിടുവിക്കപ്പെട്ടാൽ മാത്രമേ ഈ വചനം പ്രചരിപ്പിക്കാൻ കഴിയത്തുള്ളൂ. तो उन लोगों के हाथों से बचने के समय ही हम परमेश्वर के वचन को महिमा देते हैं. കാരണം ചോദിച്ചാൽ कारण क्या है पूछा तो പൗലോസ് പറയുന്നു पौलुस कहता है എല്ലാവരിലും ഈ വിശ്വാസമില്ല. सभी में विश्वास नहीं, എല്ലാവരിലും വിശ്വാസമില്ല. सभी में विश्वास नहीं. ഇന്ന് വിശ്വാസ ഗോളത്തിൽ നമ്മളൊന്ന് പരിശോധിച്ചാൽ आज हम विश्वास की तरफ देखा जाए तो പ്രൈസ് ദി ലോർഡ്, വിശ്വാസി എന്ന് പറയുന്ന എത്ര പേരിൽ ഈ വിശ്വാസമുണ്ട്? विश्वासी है करके बोलने वाले लोग में कितने जन के पास विश्वास है? നമ്മൾ പലപ്പോഴും വിശ്വാസി എന്ന് പറയാറുണ്ട്, हम कई बार विश्वासी करके कहते हैं, ദൈവ മക്കൾ എന്ന് പറയാറുണ്ട്, परमेश्वर के बच्चे कहते हैं, പക്ഷെ നമ്മൾ പലതിലും വിശ്വസിക്കുന്നില്ല. परंतु हम कई बार विश्वास नहीं ഒരു करते. ദൈവത്തിന്റെ പ്രവൃത്തിക്ക് വേണ്ടി നമ്മൾ വിശ്വസിക്കുന്നില്ല. परमेश्वर के कार्यों के ऊपर विश्वास नहीं करते. ദൈവത്തിന്റെ പ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ നടക്കണമെങ്കിൽ परमेश्वर कार्य हमारे जीवन में होना है, നമ്മൾ വിശ്വസിക്കണം. हमें विश्वास करना है. പൗലോസ് പറയുന്നത് എല്ലാവരുടെയും വിശ്വാസം ഇല്ലെന്ന്. पौलुस कहता है हर एक के पास ये विश्वास नहीं है. എന്ന് പറഞ്ഞാൽ ഇത് ദൈവമക്കളെ കുറിച്ചാണ് പറയുന്നത്. ये परमेश्वर की संतान के बारे में बताया जा रहा है. ദൈവജനത്തെ കുറിച്ചാണ് പൗലോസ് പറയുന്നത്. परमेश्वर के लोगों के बारे में बता रहा है पौलुस. എല്ലാവരിലും ഈ വിശ്വാസമില്ല. हर एक जन के पास विश्वास नहीं है. നമുക്ക് വിശ്വസിക്കാൻ കഴിയുന്നുണ്ട് ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കും. क्या हम विश्वास कर पा रहे? परमेश्वर हमारे लिए काम करेंगे. നമ്മുടെ ജീവിതത്തിലെ ദൈവപ്രവൃത്തി നടക്കുമെന്ന് നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നു. हमारे जीवन में परमेश्वर कार्य हुआ करके विश्वास कर रहे हैं. അങ്ങനെയെങ്കിൽ നമ്മൾ നിരാശപ്പെടത്തില്ല. अगर ऐसा है तो हम निराश नहीं होंगे. നമ്മൾ ഉറപ്പോടെ കാര്യത്തിൽ ആശ വയ്ക്കും. तो हम दृढ़ होकर उस चीज के लिए मानेंगे. ദൈവവചനം പറയുന്നത് परमेश्वर का वचन कहता है വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയത്തില്ല. विश्वास के बिना परमेश्वर को प्रसन्न नहीं कर അപ്പൊ सकते. ദൈവത്തെ പ്രസാദിപ്പിക്കണമെങ്കിൽ വിശ്വാസം വേണം. और परमेश्वर को प्रसन्न करना है तो विश्वास होना है. ഈ ലോകത്തിൽ പലതിനെയും നമ്മൾ വിശ്വസിക്കാറുണ്ട്. इस दुनिया में कई सारी चीजें विश्वास करते हैं. ഡോക്ടർമാരിൽ നമ്മൾ വിശ്വസിക്കാറുണ്ട്. डॉक्टर पर विश्वास रखते हैं. മറ്റു മനുഷ്യരെ വിശ്വസിക്കാറുണ്ട്. दूसरे मनुष्य पर विश्वास रखते हैं. എന്നാൽ ദൈവത്തിൽ നമുക്ക് അത്ര വിശ്വാസമുണ്ടോ? परंतु क्या परमेश्वर पे विश्वास है? ദൈവത്തിലുള്ള നമ്മുടെ വിശ്വാസം എത്രമാത്രമാണ്? परमेश्वर पे कितना विश्वास है? ഇവിടെ പൗലോസ് പറയുന്നു എല്ലാവരുടെയും ഈ വിശ്വാസം ഇല്ലാത്തത് കൊണ്ട് पौलुस कहता है कि सबके अंदर विश्वास नहीं होने के कारण നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം.
आप हमारे लिए प्रार्थना कीजिए। നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി എന്തിനാ പ്രാർത്ഥിക്കേണ്ടത്? आप हमारे लिए क्यों प्रार्थना करना है? ഞങ്ങളുടെ ഭൗതിക നന്മകൾ വർദ്ധിക്കാനല്ല, भौतिक चीजें बढ़ने के लिए नहीं, ഈ ലോകത്തിൽ ഞങ്ങളെ ധനവാനാക്കണമെന്നല്ല, ये दुनिया में धनवान बनने के लिए नहीं, ഈ ലോകത്തിലെ നന്മ ലഭിക്കണമെന്നല്ല, ये दुनिया में जो सारी अच्छी बातें मिलने के लिए नहीं, ദൈവവചനം മറ്റുള്ളവരിലേക്ക് എത്തിക്കുവാൻ, परमेश्वर का वचन दूसरों तक पहुंचाने के लिए, ദൈവവചനം എല്ലാവരിലും എത്തിക്കുവാൻ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. परमेश्वर का वचन हर एक जन के पास पहुंचाने के लिए प्रार्थना की। നമ്മൾ പ്രാർത്ഥിക്കാറുണ്ടോ? क्या हम प्रार्थना करते हैं മറ്റുള്ളവരുടെ സുവിശേഷം പറയുവാൻ, दूसरों को सुसमाचार सुनाने के लिए? ദൈവത്തിന്റെ വചനം മറ്റുള്ളവരിലേക്ക് പകരപ്പെടുവാൻ നമ്മൾ പ്രാർത്ഥിക്കാറുണ്ടോ? परमेश्वर का वचन दूसरों तक पहुंचने के लिए हम प्रार्थना करते हैं? അല്ലെങ്കിൽ സുവിശേഷ വേലയ്ക്ക് വേണ്ടി നമ്മൾ എത്ര പ്രാർത്ഥിക്കുന്നു? या सुसमाचार का कार्य के लिए कितना प्रार्थना करते हैं? ഞങ്ങളെ കൊണ്ട് ചെയ്യാൻ കഴിയാത്തത് മറ്റുള്ളവരിൽ കൂടെ ചെയ്യണമെന്ന് എത്ര പേര് പ്രാർത്ഥിക്കുന്നുണ്ട്? हमारे से नहीं होने वाला कार्य दूसरों से होने के लिए कितना प्रार्थना करते हैं? എന്നെ കൊണ്ട് ചെയ്യാൻ കഴിയാത്ത കാര്യം മറ്റൊരു വ്യക്തി ചെയ്യുമ്പോൾ हमसे नहीं होने वाला कार्य जब दूसरा व्यक्ति करता है, നമുക്ക് സന്തോഷിക്കാൻ കഴിയുന്നുണ്ടോ? क्या हम खुश हो पाते हैं? നമുക്ക് അവിടെ ദൈവത്തെ മഹത്വപ്പെടുത്താൻ കഴിയുന്നുണ്ടോ? परमेश्वर को महिमा दे पाते हैं? അതോ നമ്മുടെ ഉള്ളിൽ നിരാശയാണോ? या हमारे अंदर निराशा है എന്നെ കൊണ്ട് കഴിയുന്നില്ലല്ലോ എന്ന നിരാശയാണോ? कि मुझसे नहीं हो रहा है करके? ഇല്ല പ്രിയമുള്ളവരെ, നമുക്ക് ദൈവം തന്നിരിക്കുന്ന ഒരു താലന്തുണ്ട്. नहीं, परमेश्वर ने हमें कार्य दिया है। നമുക്ക് നൽകിയിട്ടുള്ള ഒരു കൃപാവരമുണ്ട്. परमेश्वर हमें कृपा दिया है। നമുക്ക് ലഭിച്ചതിനെ നമ്മൾ ഉപയോഗപ്പെടുത്തുക. जो हमें दिया गया है उसे इस्तेमाल करना है, മറ്റൊരു വ്യക്തി ചെയ്യുന്നതല്ല. दूसरा व्यक्ति करते हुए नहीं। എനിക്ക് ലഭിച്ചതിനെ ഞാൻ ചെയ്യുക. मुझे जो मिला है वो मैं करूंगा। ഇവിടെ ദൈവവചനം പറയുന്നത്, परमेश्वर का वचन ऐसा कहता है, ഒടുവിൽ സഹോദരന്മാരെ, आखिर में भाइयों, കർത്താവിന്റെ വചനം നിങ്ങളുടെ അടുക്കൽ എത്തിച്ചേർന്നല്ലോ, परमेश्वर का वचन आप तक पहुंचा है, എന്നാൽ അതുപോലെ മറ്റുള്ളവരിലും എത്തിച്ചേരുവാൻ तो वैसे दूसरों तक भी पहुंचने के लिए നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. आप हमारे प्रार्थना कीजिए। നിങ്ങളുടെ പ്രാർത്ഥനയുണ്ടെങ്കിൽ अगर आपका प्रार्थना है ഞങ്ങൾക്ക് ഇതുപോലെ അത് മറ്റുള്ളവർക്ക് കൊടുക്കുവാൻ കഴിയും. तो वैसे ही दूसरों को हम दे पाते हैं। വീണ്ടും പൗലോസ് പറയുന്ന ഒരു കാര്യം കൂടെ ഉണ്ട്. फिर से पौलुस ऐसा कहता है, 1 തെസ്സലോനിക്കർക്ക് എഴുതിയ ലേഖനം 1 थिस्सलुनीकियों का किताब 4-ാം അധ്യായം उसका 4 അതിന്റെ 1-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, पहला आयत में कहता है, ഒടുവിൽ സഹോദരന്മാരെ. आखिर में भाइयों। പൗലോസ് സഹോദരന്മാരോട് സംസാരിക്കുക. तो पौलुस जो है भाइयों से बात कर रहे हैं, താൻ അവരെ വിളിക്കുന്നത് സഹോദരന്മാരെ. वो उन्हें भाई करके पुकार रहे हैं। അതെ, ക്രിസ്തുവിൽ നമ്മൾ സഹോദരങ്ങൾ. तो परमेश्वर में हम भाई हैं। കാര്യം പലപ്പോഴും നമ്മൾ മറന്നു പോകാറുണ്ട്. वो बात कई बार हम भूल जाते हैं। ക്രിസ്തുവിൽ സഹോദരങ്ങൾ എന്ന് പറയുമ്പോൾ परमेश्वर में भाई होने का अर्थ है, ഒരാൾക്കുള്ള വേദന മറ്റൊരു വ്യക്തിക്കും അത് അനുഭവപ്പെടും. तो एक जन को जो दर्द होता है दूसरों को भी महसूस होता है। ഒരു വ്യക്തിയുടെ അവസ്ഥ മറ്റൊരു വ്യക്തിക്ക് പെട്ടെന്ന് മനസ്സിലാകും. एक का जो अवस्था है दूसरों को समझ आता है। ഒരാളുടെ വേദന മറ്റൊരു വ്യക്തിക്ക് മനസ്സിലാകും. एक का जो दर्द है दूसरों को समझ आता है। അവരുടെ ദുഃഖത്തിലും പങ്കുചേരുവാൻ കഴിയും. उनका दुख में भागीदार हुआ जाता है। പൗലോസ് തെസ്സലോനിക്യ സഭയോട് പറയുന്നു, पौलुस थिस्सलुनीकियों का कलीसिया को कहता है, ഒടുവിൽ സഹോദരന്മാരെ, कि आखिर में भाइयों, ദൈവപ്രസാദം ലഭിക്കാൻ തക്കവണ്ണം നിങ്ങൾ എങ്ങനെ നടക്കണം? तो परमेश्वर को प्रसन्न करने के हिसाब से कैसे चलना है? ദൈവപ്രസാദം നമുക്ക് ലഭിക്കണമെങ്കിൽ നിങ്ങൾ എങ്ങനെ നടക്കണം तो अगर परमेश्वर को प्रसन्न करना है तो कैसे चलना है എന്ന് ഞങ്ങളോട് ഗ്രഹിച്ചതുപോലെ, तो जैसे हम करते हैं, ഞങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് പകർന്നു കിട്ടിയതുപോലെ. जैसा हमसे आपको मिला गया है। നോക്കിയ പൗലോസ് പറയുന്നു, ഞങ്ങൾ നിങ്ങൾക്ക് പകർന്നു തന്നതായ ചില കാര്യങ്ങളുണ്ട്. तो पौलुस कहता है कि हमने कुछ बातें आपको दिया है, അത് ഞങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് ലഭിച്ചത് वो हमसे आपको मिला गया है, ഞങ്ങൾ ദൈവവചനപ്രകാരം നടക്കുന്നത് കൊണ്ട്. क्योंकि हम परमेश्वर के हिसाब से चलते हैं। നാം മറ്റുള്ളവർക്ക് ഒരു മാതൃകയായിരിക്കുക. तो हम दूसरों के सामने कार्य करते हैं। നമ്മെ കണ്ട് മറ്റുള്ളവർ നടക്കണം. तो हमें देखकर वे चलते हैं, നമ്മെ കണ്ട് മറ്റുള്ളവർ മുന്നേറണം. हमें देखकर दूसरे आगे बढ़ना है। പ്രിയമുള്ളവരെ, നമുക്ക് കഴിയുന്നുണ്ടോ? क्या हम ऐसे कर पा रहे हैं? നാം മറ്റുള്ളവർക്ക് ഒരു മാതൃക കഴിയുന്നുണ്ടോ? क्या हम दूसरों के लिए जो बन रहे हैं? പൗലോസ് പറയുന്ന ഒരു കാര്യമുണ്ട്, पौलुस ऐसा कहते हैं, ഞാൻ ക്രിസ്തുവിന്റെ അനുഗാമിയായിരിക്കുക. मैं परमेश्वर का जो है कार्य करता हूँ। ഞാൻ ദൈവത്തെ അനുകരിക്കുക. तो परमेश्वर जैसा करता हूँ वैसे मैं करता हूँ। അങ്ങനെയെങ്കിൽ നിങ്ങൾ എന്നെ അനുകരിക്കണം. तो अगर वैसा है तो आप भी मुझे देखकर कीजिए। നമുക്ക് പറയാൻ കഴിയുന്നുണ്ടോ? क्या हम ये कह पा रहे हैं? ഒരു അപ്പോസ്തലൻ പറയുന്നത്, और ऐसा ही कहते हैं നിങ്ങൾ എന്നെ അനുകരിക്കുക. कि तुम मुझे देखकर कार्य, എന്നെ നോക്കി മുന്നേറുക. तो मुझे देखकर बढ़िए आगे। ഞാൻ ചെയ്തതുപോലെ, मैं जैसा करता हूँ, ഞാൻ കാണിച്ചു തന്നതുപോലെ. मैं जैसे दिखाया हूँ। ദൈവം മോശയോട് പറഞ്ഞൊരു കാര്യമുണ്ട്, परमेश्वर मूसा से कहते हैं, ഞാൻ നിനക്ക് കാണിച്ചു തന്നതുപോലെ.
जैसा मैंने आपको दिखाया है वैसे ആമേ അതിൽ നിന്ന് ഒരല്പം പോലും മാറ്റം വരുത്തരുത്. उसमें थोड़ा सा भी बदलाव नहीं होना। ആമേ മോശയോട് പറഞ്ഞത്, ഞാൻ നിനക്ക് എങ്ങനെ കാണിച്ചു തന്നോ, मूसा कहता है कि जैसा मैंने दिखाया है, ഞാൻ എങ്ങനെ നിന്നോട് പറഞ്ഞോ, जैसा मैंने बताया है, അതുപോലെ മാത്രം നീ ചെയ്താൽ മതി. वैसे ही आपको करना है। നമ്മൾ പലപ്പോഴും ചെയ്യുന്നത് हम कभी कभार करते हैं, ദൈവം നമ്മോട് പറഞ്ഞതുപോലെ ആയിരിക്കത്തില്ല, परमेश्वर जिसे कहते हैं वैसे नहीं होता, ദൈവം നമ്മോട് കൽപ്പിച്ചതുപോലെ ആയിരിക്കത്തില്ല. जैसे परमेश्वर ने आज्ञा दिया वैसे नहीं। കുറച്ചൊക്കെ നമ്മുടെ കയ്യിൽ നിന്നും, कभी कभार हमारे हाथों से അല്ലെങ്കിൽ കുറച്ചൊക്കെ അവിടെ ഇവിടെ നിന്നൊക്കെ കേട്ടതും, या यहाँ वहां से सुनकर, ഇല്ല പ്രിയമുള്ളവരെ, ദൈവം നമുക്ക് തന്നതുപോലെ മാത്രം നമ്മൾ കൊടുത്താൽ മതി. नहीं भाई, जैसे परमेश्वर ने दिया है वैसे ही करना है। ദൈവം നമ്മോട് പറഞ്ഞതുപോലെ മാത്രം ചെയ്താൽ മതി. जैसे परमेश्वर ने कहा है वैसे ही करना है। നമുക്ക് അതിലധികമായിട്ട് ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. उसे ज्यादा कुछ करने की आवश्यकता नहीं है, അതിൽ ഒരു മോഡിഫിക്കേഷൻ വരുത്തേണ്ട കാര്യമില്ല. उसमें कोई बदलाव करने की आवश्यकता नहीं है। ദൈവം നമ്മെ ഏൽപ്പിച്ചത് परमेश्वर ने जो दिया है അതുപോലെ ചെയ്താൽ മതി. वैसे ही करना है। അവിടെ നമ്മുടെ ഒരു ബുദ്ധി അവിടെ ഉപയോഗിക്കണ്ട, वहाँ पर हमें अपना बुद्धि इस्तेमाल करने की അവിടെ जरूरत നമ്മുടെ ഒരു ശക്തി ഉപയോഗിക്കണ്ട, है। अपना कुछ शक्ति नहीं इस्तेमाल करना, നമ്മുടെ ഒരു പരിശ്രമവും അതിനാവശ്യമില്ല. हमारा परिश्रम की आवश्यकता नहीं, ദൈവം നമുക്ക് തന്നതുപോലെ. जैसे परमेश्वर ने दिया है। ആമേൻ. മോശയോട് പറഞ്ഞു, ഞാൻ നിനക്ക് കാണിച്ചു തന്നതുപോലെ. मूसा को कहते हैं जैसा मैंने दिखाया वैसे, മോശ അതുപോലെ പ്രവർത്തിച്ചു. मूसा ने वैसे ही किया। അതുകൊണ്ട് മോശയെ പറ്റി പറയുന്നത്, इसलिए मूसा के बारे में बताया അവൻ गया है ദൈവഭവനത്തിൽ വിശ്വസ്തനായിരുന്നു. कि परमेश्वर की आंखों में जो विश्वस्त था, ദൈവഭവനത്തിൽ അല്ലെങ്കിൽ ദൈവ മുമ്പാകെ അവൻ വിശ്വസ്തനായിരുന്നു. परमेश्वर के आगे वो विश्वास योग्य था। ഇന്ന് പകൽക്കാലം നമ്മെ കുറിച്ച് ദൈവത്തിന് എന്താ പറയാനുള്ളത്? आज परमेश्वर के हमारे बारे में कहने के लिए നമുക്ക് ചിലപ്പോൾ പറയുവാൻ ഒത്തിരി പാരമ്പര്യം കാണാം, हमारे शायद हो सकता है बहुत कुछ है बोलने की, നമ്മുടെ അനുഭവങ്ങൾ ഒത്തിരി ഉണ്ടായിരിക്കാം. कई सारे अनुभव हो गए, എന്നാൽ ദൈവസന്നിധിയിൽ ദൈവം നമുക്ക് തന്നിട്ടുള്ള ആ ആദരവ് അല്ലെങ്കിൽ ആ സ്ഥാനം എന്താണ്? परंतु परमेश्वर की सन्निधि में वो स्थान क्या है दिया गया। മനുഷ്യർ നമുക്ക് പല സ്ഥാനങ്ങൾ നൽകും, मनुष्य कई सारे स्थान देंगे, മനുഷ്യർ പല പേരുകൾ നമുക്ക് നൽകും. कई सारे नाम हमको എന്നാൽ देंगे, ദൈവത്തിന്റെ സന്നിധിയിലുള്ള പേരെന്താ? परंतु परमेश्वर की सन्निधि में क्या है? ദൈവം നമ്മെ എങ്ങനെയാണ് വിളിക്കുന്നത്? परमेश्वर हमें कैसे पुकारते हैं? ദൈവം നമ്മെ എങ്ങനെയാണ് അഭിസംബോധന ചെയ്യുന്നത്? परमेश्वर हमें कैसे देखते हैं? ദൈവം നമ്മെ എങ്ങനെയാണ് വിളിക്കുന്നത്? परमेश्वर कैसे पुकारते हैं? ആ കഴിഞ്ഞ ദിവസം മലയാളം മീറ്റിംഗിൽ ഇന്നലെ നമ്മൾ ഇങ്ങനെ ചിന്തിക്കാനിടയായി തീർന്നു. तो पिछले दिनों में मलयालम मीटिंग में हम ऐसे सोच रहे थे। മലയാളം മീറ്റിംഗിൽ സംസാരിച്ച ഒരു വിഷയം ഉണ്ടായിരുന്നു. मलयालम मीटिंग में एक बात हमने किया था, യെശയ്യാ പ്രവചനത്തിൽ നിന്നും യാക്കോബിനെ കുറിച്ച് ദൈവം പറയുന്ന ഒരു വാക്ക്. यशायाह किताब में हमने देखा याकूब कहते हैं, യാക്കോബിനെ ദൈവം അഭിസംബോധന ചെയ്യുന്ന ഒരു വേടുണ്ടാവും. याकूब को जैसे परमेश्वर देखते करके एक शब्द देखते हैं। ദൈവം യാക്കോബിനെ പല രീതിയിലും വിളിക്കാറുണ്ട്. परमेश्वर याकूब को कई सारे नाम देते हैं, എന്നാൽ ഈ യെശയ്യാ പ്രവചനം परंतु यशायाह किताब में 41 അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ 41 में अगर हम देखेंगे, അവിടെ ദൈവം യാക്കോബിനെ പറയുന്ന ഒരു പേരുണ്ട്. परमेश्वर याकूब कैसे एक नाम देते हैं। യാക്കോബിനെ വിളിക്കുമ്പോൾ ഇങ്ങനെ പറയുന്നു, याकूब कैसे पुकारते हैं? എന്റെ സ്നേഹിതനായ അബ്രഹാമിന്റെ സന്തതി എന്ന്. मेरे प्रिय अब्राहम के संतान कर, എന്റെ സ്നേഹിതനായ അബ്രഹാമിന്റെ സന്തതി. मेरे प्रिय अब्राहम के संतान। അപ്പോ അബ്രഹാമിന്റെ സന്തതി എന്ന് പറയുമ്പോൾ തന്നെ जो अब्राहम के संतान कहने के समय അവനെ കുറിച്ച് പറയുന്നത് അബ്രഹാം എന്റെ സ്നേഹിതനാണ്. वैसे कहते कि अब्राहम मेरा प्रिय है। അബ്രഹാം തന്റെ സ്നേഹിതനെങ്കിൽ अगर अब्राहम उनके प्रिय है, ആ സ്നേഹിതന്റെ മക്കളായ നമ്മോട് तो प्रिय के जो संतान होने वाले हम ദൈവത്തിന് പറയുവാൻ ഒരു കാര്യമുണ്ട്. परमेश्वर से ऐसे कहते हैं। യെശയ്യാ പ്രവചനം 41 അധ്യായത്തിന്റെ 14 വാക്യം. यशायाह किताब 41 का 14 में हम देखते हैं, അവിടെ ദൈവം യാക്കോബിനെ അഭിസംബോധന ചെയ്യുന്ന ഒരു വിഷയമുണ്ട്. तो याकूब को इस प्रकार जो है परमेश्वर बुलाते हैं, പുഴുവായ യാക്കോബേ, ഇസ്രായേൽ പരീക്ഷയെ ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ സഹായിക്കും എന്ന് യഹോവ അരുളി ചെയ്യുന്നു. हे कीड़े शरीर के याकूब है, इस्राएल के मनुष्य मत डरो, यहोवा यह वाणी है, मैं तेरी सहायता करूंगा। യാക്കോബ് ചിലപ്പോൾ ചിന്തിക്കും, ഞാൻ വലിയൊരു മനുഷ്യനാണ്, याकूब सोचता होगा कि मैं बहुत बड़ा मनुष्य हूँ, ഞാൻ എല്ലാം വെട്ടിപ്പിടിച്ച വ്യക്തിയാ, मैंने सब कुछ जो है हासिल किया है, എന്റെ കഴിവ് അനുസരിച്ച് ഞാൻ എല്ലാം നേടിയെടുത്തതാണ്, मेरे गुण के हिसाब से मैंने सब कुछ प्राप्त किया, എന്റെ ബുദ്ധി കൊണ്ട് ഞാൻ പലതും നേടിയെടുത്തു, मेरे बुद्धि से मैंने सब कुछ प्राप्त किया, എല്ലാം എനിക്ക് പ്രാപിച്ചെടുക്കുവാൻ കഴിഞ്ഞു. मैं सब प्राप्त कर पा रहा हूँ। അതെല്ലാം ചിലപ്പോ എന്റെ മിടുക്കായിരിക്കുമെന്ന് അവൻ ചിന്തിച്ചിരിക്കും. वो मेरे वजह से हुआ करके वो सोचते हो, എന്നാൽ അവനെ ദൈവം വിളിക്കുന്നത് परंतु परमेश्वर से पुकारते हैं, പുഴുവായ യാക്കോബ് എന്ന്. एक कीट शरीर के याकूब, നീ എന്തൊക്കെ നേടിയെന്ന് പറഞ്ഞാലും, तो कितना कुछ प्राप्त किया करके कहा, ഈ ലോകത്തിൽ എന്തൊക്കെ സമ്പാദിച്ചെന്ന് പറഞ്ഞാലും, इसने बहुत कुछ प्राप्त किया कहा, तो भी ഇതൊന്നും നിന്റെ കഴിവോ മിടുപ്പോ കൊണ്ടല്ല, तुम्हारे गुण
बल के कारण नहीं। ഇതെല്ലാം ദൈവത്തിന്റെ കൃപയാലാണെന്ന് യാക്കോബിനെ മനസ്സിലാക്കി കൊടുക്കുക. तो परमेश्वर के बल के कारण है करके याकूब को समझा रहे हैं। യാക്കോബ് ഒരു ഭയപ്പെടുന്ന വ്യക്തിയാണ്. याकूब डरने वाला व्यक्ति है, അതുകൊണ്ട് അവനോട് പറയുക, നീ ഭയപ്പെടേണ്ട, तो इसलिए उनसे कह रहे हैं कि मत डरो, ഞാൻ നിന്നെ സഹായിക്കാം, मैं तुम्हें मदद करता हूँ, ഞാൻ നിന്നെ ശക്തീകരിക്കും, मैं तुम्हें शक्ति दूंगा, ഞാൻ നിന്നെ താങ്ങും. मैं तुम्हें संभालूंगा। പ്രിയമുള്ളവരെ, ദൈവം നമ്മോടും പറയുന്നത്, प्रिय लोगों, परमेश्वर हमसे ऐसे कहते हैं, നമ്മുടെ വീണ്ടെടുപ്പുകാരൻ ഇസ്രായേലിന്റെ പരിശുദ്ധൻ. हमें जो बचाने वाला इस्राएल का जो है पवित्र है, ഇസ്രായേലിന്റെ പരിശുദ്ധനെ നമ്മെ വീണ്ടെടുക്കുന്നത്. इस्राएल का जो पवित्र है हमें बचाता है। അങ്ങനെയെങ്കിൽ ദൈവവചനം നമ്മോട് പറയുന്നു, अगर ऐसा है तो परमेश्वर का वचन कहता है, ഒടുവിൽ സഹോദരന്മാരെ, आखिर में भाइयों, ദൈവപ്രസാദം നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ परमेश्वर को प्रसन्न करना है तो നിങ്ങൾ എങ്ങനെ നടക്കണമെന്ന് आपको कैसे चलना है, ഞങ്ങളിൽ നിന്ന് നിങ്ങൾ പഠിച്ചതുപോലെ, हमसे आपने सीखे समान നിങ്ങളിപ്പോ നടക്കുന്നത് പോലെ. आप अभी जो चल रहे हैं वैसे। പൗലോസിന് ഒരു കാര്യം ഉറപ്പുണ്ട്, पौलुस को एक बात पक्का है, ഞങ്ങളിൽ നിന്ന് നിങ്ങൾ പഠിച്ചതുപോലെ हमसे जो आपने सीखा है നിങ്ങൾ നടക്കുന്നുണ്ട്. वैसे आप चलते हैं। നമ്മുടെ അവസ്ഥ എങ്ങനെയാണ്? हमारा अवस्था कैसे है? നാം ദൈവത്തിൽ നിന്ന് പഠിച്ചതും പ്രകാരമാണോ നടക്കുന്നത്? क्या जैसे परमेश्वर सीखा है वैसे चल रहे हैं? അല്ലെങ്കിൽ നമ്മുടെ പൂർവ്വപിതാക്കന്മാർ നമുക്ക് കാണിച്ചു തന്ന വഴിയിലാണോ നമ്മൾ നടക്കുന്നത്? जैसे पूर्वजों ने बताया वैसे चल रहे हैं? നമ്മളിപ്പോ കാലം മാറുന്നതോടൊപ്പം കോലവും മാറിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയാണ്. जैसे युग बदल रहा है, हम भी बदल रहे वैसा अवस्था। പ്രൈസലോട് പണ്ടൊക്കെ എങ്ങനെ ആയിരുന്നു, അത് കുഴപ്പമില്ല, ഇപ്പൊ കുറച്ചൊക്കെ മാറ്റം വേണം. पहले ऐसा होता था चलेगा, पर अभी बदलाव करना है। ദൈവ മക്കൾക്കുള്ള മാറ്റം ലോകപ്രകാരമല്ല, परमेश्वर के लोगों के अंदर जो बदलाव दुनिया के समान नहीं है, ദൈവവചന പ്രകാരമായിരിക്കും. परमेश्वर के वचन के समान। ദൈവവചന പ്രകാരമുള്ള മാറ്റം ദൈവം അംഗീകരിക്കും. परमेश्वर के वचन के समान होने वाला बदलाव को मानते हैं। ലോകപ്രകാരമുള്ള മാറ്റം അത് ദൈവത്തിന് അംഗീകരിക്കാൻ പറ്റത്തില്ല. दुनिया के समान जो बदलाव है परमेश्वर नहीं मानते। ലോകം മാറട്ടെ, दुनिया बदलने दो, ലോകം അതിന്റെ ഇഷ്ടത്തിന് പോകട്ടെ, दुनिया अपनी इच्छा के साथ जाने दो, എന്നാൽ നമുക്ക് നടക്കുവാനുള്ള ഒരു പാത ദൈവം ഒരുക്കിയിട്ടുണ്ട്. परंतु हमें चलने के लिए एक रास्ता परमेश्वर बनाया है। നമുക്ക് പോകാനുള്ള വഴിയിൽ കൂടെ മാത്രമേ പോകാൻ കഴിയത്തുള്ളൂ. हमें जो जगह से जाना है उसी रास्ते से हमें അത് जाना है। നമ്മുടെ ഇഷ്ടപ്രകാരം നടക്കാൻ പറ്റത്തില്ല. हमारे इच्छा के हिसाब से नहीं कर सकते। നാം കർത്താവിനോട് കൂടെ ബന്ധിക്കപ്പെട്ടതുകൊണ്ട്, हम परमेश्वर से जो बांधे गए इसीलिए ദൈവത്തിന്റെ ഇഷ്ടപ്രകാരം മാത്രമേ നമുക്ക് നടക്കാൻ കഴിയത്തുള്ളൂ. परमेश्वर की इच्छा के हिसाब से ही हम चल सकते ഈ हैं। ലോകപ്രകാരം നമുക്ക് ജീവിക്കാൻ കഴിയത്തില്ല. दुनिया के हिसाब से नहीं जी सकते, മറ്റുള്ളവരെ പോലെ നമുക്കായി തീരാൻ കഴിയത്തില്ല. दूसरे के समान नहीं बन सकते। നമുക്ക് കർത്താവിനെ പോലെ ആയി തീരാൻ കഴിയും. परमेश्वर के समान बनना है। കർത്താവ് അതാ നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. परमेश्वर चाहते हैं हम। ഇവിടെ പറയുന്നത്, या कहा गया है, ഞങ്ങളിൽ നിന്ന് ഗ്രഹിച്ചതുപോലെ നിങ്ങൾ നടക്കണം हमसे जो प्राप्त किया वैसे आप चलिए, എന്ന് പൗലോസ് പറഞ്ഞതിന് ശേഷം ऐसे पौलुस कहने के बाद പൗലോസ് എടുത്തു പറയുന്നു, पौलुस ऐसे कहते हैं, നിങ്ങൾ നടക്കുന്നത് പോലെ തന്നെ. आप जैसे चलते हैं वैसे ही, നിങ്ങൾ നടക്കുന്നത് പോലെ തന്നെ. आप जैसे चलते हैं वैसे ही। നമുക്ക് നമ്മെ കുറിച്ച് അങ്ങനെ പറയാൻ പറ്റുമോ? क्या हमारे बारे में क्या पाएंगे हम? നമ്മൾ വിശ്വാസത്തിലേക്ക് ഇറങ്ങി തിരിക്കുമ്പോഴുള്ള ആ ആത്മ സന്തോഷം ഇപ്പോഴുണ്ടോ? क्या जब विश्वास में आने के समय जो आत्मा में खुशी तक क्या अभी भी है? അല്ലെങ്കിൽ ദൈവ വേലയ്ക്ക് വേണ്ടി ഇറങ്ങിയപ്പോഴുള്ള സന്തോഷവും ആനന്ദവും ഇപ്പോഴുണ്ടോ? जब परमेश्वर कार्य के लिए हम बढ़े थे तब वो जो खुशी था अभी भी है? ആ ഉത്സാഹം ഇപ്പോഴുണ്ടോ? क्या वो उत्साह अभी भी है? അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ നടക്കുന്നത് പോലെ എന്ന് പറയാൻ കഴിയും. तो अगर वैसा है तो हम जैसे चल रहे हैं वैसे करके कहा जा सकता है। ഇല്ല എങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഒരു മാറ്റം ഈ ദിവസങ്ങളിൽ ആവശ്യമായിരിക്കും. अगर ऐसा नहीं है तो हमारे जीवन में एक बदलाव की आवश्यकता है। പൗലോസ് പറയുന്നു, നിങ്ങൾ നടക്കുന്നത് പോലെ. पौलुस कहता है कि जैसे आप चल रहे हैं वैसे। പൗലോസിനെ ആ സഭയെ കുറിച്ചുള്ള വിശ്വാസം നോക്കിയേ, तो पौलुस को वो कलीसिया पे जो विश्वास है देखिए, അല്ലെങ്കിൽ അവരുടെ ആ കാഴ്ചപ്പാടും അവരുടെ വിശ്വാസത്തെയും പൗലോസ് മനസ്സിലാക്കി. उनका नजरिया और विश्वास पौलुस समझते हैं। അവർ ഇപ്പോൾ ആയിരിക്കുന്ന അവസ്ഥ പൗലോസിന് മനസ്സിലായി. अभी जो अवस्था में है पौलुस समझते हैं, ഞങ്ങൾ കാണിച്ചു കൊടുത്തതുപോലെ തന്നെ, जैसा हमने बताया वैसे ही, അത് ഞങ്ങൾ പറഞ്ഞതുപോലെ തന്നെ, जैसा हमने कहा है वैसे ही ഈ തെസ്സലോനിക്ക സഭ ഞങ്ങളിൽ നിന്ന് ഗ്രഹിച്ചതുപോലെ തന്നെ ചെയ്യുന്നുണ്ടെന്ന് പൗലോസ് എടുത്തു പറയും. थिस्सलुनीका कलीसिया जो है हमसे प्राप्त किया वैसे ही कर रहा है करके कहता है। നോക്കിയ പൗലോസ് കാണിച്ചു കൊടുത്ത മാതൃക. तो पौलुस ने जैसे दिखाया है वैसे, പൗലോസ് പറഞ്ഞു, ഞങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തന്നതുപോലെ जैसा हमने आपको दिखाया वैसे ഇപ്പോഴും നിങ്ങൾ നടക്കുന്നു. अभी भी आप चल रहे हैं। ഈ രണ്ടാമത്തെ ലേഖനം എഴുതുമ്പോഴും ये दूसरा पत्र लिखने के समय में भी നിങ്ങൾ അങ്ങനെ തന്നെ നടക്കുന്നുവെന്ന് എനിക്കറിയാം. आप ऐसे ही चल रहे करके मैं जानता हूँ। എന്നാൽ പൗലോസിന് ഒരു കാര്യം കൂടെ പറയാനുണ്ട്, परंतु पौलुस को और एक बात कहना है, നിങ്ങൾ ഇനി അധികം വർദ്ധിക്കണം. में और बढ़ना है, നിങ്ങൾ ഇനി അധികം വർദ്ധിക്കണം. में और बढ़ना है। നിങ്ങൾ നടക്കുന്നതൊക്കെ ശരിയാ, चल रहे हो ठीक है, ഞങ്ങൾ കാണിച്ചതുപോലെ തന്നെ നടക്കുന്നുണ്ട്, हम जैसे दिखाए हैं वैसे चल रहे हैं, പക്ഷെ പലപ്പോഴും വർധനവില്ല. परंतु बढ़ाव नहीं है, വർധനവില്ല.
बढ़ नहीं रहे हैं। നമ്മുടെ ജീവിതത്തിൽ വർധനവ് ആവശ്യമായിരിക്കും. हमारे जीवन में बढ़ाव की आवश्यकता है। നമ്മുടെ ജീവിതത്തിൽ ഒരു വർധനവ് വരേണ്ടിയിരിക്കുന്നു. हमारे जीवन में बढ़ने की आवश्यकता है। അതിനി അധികമായി ചെയ്യണം, वो हमें और करना है, അധികമായി വർദ്ധിക്കണം. वो और अधिक बढ़ना है। ആമേൻ. ഒരു വർധനവില്ല എങ്കിൽ अगर बढ़ाव नहीं है तो ദൈവം സന്തോഷിക്കത്തില്ല. परमेश्वर प्रसन्न नहीं होते। ദൈവം സന്തോഷിക്കണമെങ്കിൽ अगर परमेश्वर को प्रसन्न करना है, നമ്മുടെ ജീവിതത്തിൽ ഒരു വർധനവ് വേണം. हमारे जीवन में बढ़ाव होना है। ആമേൻ. കഴിഞ്ഞ അനേക വർഷങ്ങളായി पिछले सालों में നമ്മൾ ദൈവസന്നിധിയിൽ നിലനിൽക്കുന്നുണ്ട്, हम परमेश्वर के सन्निधि में है, അല്ലെങ്കിൽ ദൈവ വേലയിൽ നിൽക്കുന്നുണ്ട്. परमेश्वर कार्य में है। നമ്മുടെ ആദ്യ അനുഭവത്തിൽ നിന്നും എത്രത്തോളം വർധനവ് ഇപ്പോഴുണ്ടായി? तो पहले अनुभव से अभी कितना बढ़ाव हुआ है? നമ്മുടെ വിശ്വാസത്തിന്റെ വർധനവ്, हमें विश्वास का बढ़ाव, നമ്മുടെ ആത്മീക നിലവാരത്തിന്റെ വർധനവ്, हमारा अपनी स्थिति का बढ़ाव, ആമേൻ. അത് നമ്മുടെ ജീവിതത്തിൽ ഓരോ ദിവസവും വളർന്നുകൊണ്ടേയിരിക്കണം. हमारे जीवन में हर एक दिन बढ़ना है। ഇവിടെ പൗലോസ് പറയുന്നു അത് ഇനിയും വളരണമെന്ന്, पौलुस कहता है कि हमें और बढ़ना है, അത് ഇനിയും വർദ്ധിക്കണമെന്നാണ് പൗലോസ് പറയുന്നത്. ये और बढ़ना है। पौलुस कहते നിങ്ങൾ हैं നടക്കുന്നത് ശരിയാ, आप चल रहे हो ठीक है, ഞങ്ങൾ കാണിച്ചു തന്നതുപോലെ തന്നെ നടക്കുന്നുണ്ട്, हम जिसे बता रहे वैसे ही चल रहे हैं, പക്ഷേ നിങ്ങൾ വർദ്ധിക്കണം. परंतु आपको बढ़ना है। അത് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുക. वो मैं आपसे विनती करता हूँ। പൗലോസ് ആജ്ഞാപിക്കുകയല്ല ചെയ്യുന്നത്, पौलुस आगे नहीं दे रहे അത് हैं, ഞാൻ നിങ്ങളോട് അപേക്ഷിച്ച് പ്രബോധിപ്പിക്കുക. वो मैं विनती कर रहा हूँ कहते हैं, കാരണം നിങ്ങൾ വർദ്ധിക്കണമെന്ന ദൈവത്തിന്റെ ഹിതം. कारण अब बढ़ना है करके परमेश्वर चाहते हैं। നിങ്ങളുടെ നടപ്പെല്ലാം കറക്റ്റാ, आप चल रहे हो ठीक है, നിങ്ങൾ ചെയ്യുന്നതെല്ലാം ശരിയാ, आप जो कर रहे हैं ठीक है, ഞങ്ങൾ നിങ്ങൾക്ക് വെളിപ്പെടുത്തി തന്നതുപോലെ ആണ് നിങ്ങൾ നടക്കുന്നത്. हमने जो प्रकट किया वैसे आप चल रहे हैं, എന്നാൽ परंतु നിങ്ങൾ വർദ്ധിക്കണം. आपको बढ़ना है। നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വർധനവ് ആവശ്യമായിരിക്കുക. आपके जीवन में बढ़ाव की आवश्यकता है। ആമേൻ. വർധനവ് വന്നില്ല എങ്കിൽ अगर बढ़ाव नहीं होता है, ഈ നടപ്പുകൊണ്ട് പ്രയോജനമില്ല. ये चलने से कुछ आवश्यकता नहीं। ആമേൻ. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വർധനവ് ആവശ്യമായിരിക്കുക. आपके जीवन में बढ़ाव की നിങ്ങൾ आवश्यकता है। നടക്കുന്നതെല്ലാം കറക്റ്റാ, आप चल रहे हैं ठीक है, ഞങ്ങൾ കാണിച്ചു തന്ന മാതൃകയാണ് നിങ്ങൾ അനുകരിക്കുന്നത്, जैसा हमने दिखाया वैसे आप कर रहे हैं, ഞങ്ങൾ നിങ്ങളോട് പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾ ചെയ്യുന്നുണ്ട്. जैसा हमने कहा था वैसे आप कर रहे हैं, എന്നാൽ നിങ്ങളുടെ ജീവിതത്തിൽ ഈ നാളുകളിൽ ഒരു വർധനവ് ആവശ്യമായിരിക്കുക. परंतु आपके जीवन में एक बढ़ाव की आवश्यकता അത് है। നമ്മുടെ ജീവിതത്തിൽ ഒരു വർധനവിന്റെ ആവശ്യമായിരിക്കുക. हमारे जीवन में बढ़ाव की आवश्यकता है। ആമേൻ. പ്രൈസ് ദി ലോർഡ്. എന്തുകൊണ്ടെന്നാൽ क्यों ऐसा है? ഇരമ്യാവിനോട് ദൈവം പറഞ്ഞൊരു കാര്യമുണ്ട്. यिर्मयाह से परमेश्वर से कहते हैं, ആമേ. ഇരമ്യാവിന്റെ പ്രവചനം यिर्मयाह किताब 5-ാം അധ്യായം 5वां अध्याय അതിന്റെ 31-ാം വാക്യം. उसका 31वां आयत। ആമേൻ. അവിടെ ദൈവം ഇരമ്യാവിനോട് സംസാരിക്കുമ്പോൾ परमेश्वर यिर्मयाह से बात करते हैं। ആമേൻ ദൈവം പറയുന്ന ഒരു കാര്യമുണ്ട്. परमेश्वर से कहते हैं, ഇപ്പോഴുള്ള സാഹചര്യമാണ് എടുത്തു കാണിക്കുന്നത്. अभी का जो अवस्था है वो बताते हैं। പ്രവാചകന്മാർ ആമേൻ വ്യാജമായി പ്രവചിക്കുന്നു. तो भविष्यवक्ता झूठा जो है प्रचार करते हैं। പുരോഹിതന്മാരും അവരോട് ഒരു കൈയായി നിന്ന് അധികാരം നടത്തുന്നു. याजक भी उनके साथ मिलकर अधिकार जो है करते हैं, എന്റെ ജനത്തിനോ അത് ഇഷ്ടമാകുന്നു, और मेरी प्रजा को वो पसंद आ रहा है, എന്നാൽ ഒടുക്കം എന്ത് ചെയ്യും? परंतु अंत में क्या करोगे? ആമേൻ. ഇന്നത്തെ സാഹചര്യം अभी का जो अवस्था है, നമ്മുടെ ചുറ്റുപാടൊന്ന് കണ്ണോടിച്ച് നോക്കിയേ. हमारे आजू बाजू देखिए, ഇതല്ലേ നാം കാണുന്നത്? क्या हम ये नहीं देख रहे हैं? ജനത്തിന് ഇന്ന് എന്താണ് ആവശ്യം? लोगों को क्या आवश्यकता है? ആമേൻ. പ്രൈസ് ദി ലോർഡ്. ജനത്തിന് ഇന്ന് ആവശ്യം ഈ പ്രവചനം. लोगों को ये जो है प्रचार आवश्यकता है। ഇന്ന് ഒരു പ്രവാചകൻ ഇവിടെ കടന്നു വന്നാൽ अगर एक भविष्यवक्ता आ जाएंगे तो ഇല്ലാത്ത വീഡിയോകളെല്ലാം ഓണാകും. जो वीडियो नहीं है वो सब चालू होगी। എന്തിനെന്നറിയാമോ? क्या है, क्यों है पता है? എന്നോട് പ്രവചനം പറയണം. मुझे भविष्यवाणी मिलना है। പ്രവചനം തെറ്റല്ല, भविष्यवाणी गलत नहीं है, ദൈവം എനിക്ക് തന്നിട്ടുണ്ട്. मुझे भी दिया है। പക്ഷേ ദൈവ വചനത്തെക്കാളും ഒരു അധികം പ്രവചനമല്ല. तो परमेश्वर वचन से भी बढ़कर कोई भविष्यवाणी नहीं है। ഏറ്റവും വലിയ പ്രവചനം ദൈവവചനമാണ്. सबसे बड़ा भविष्यवाणी परमेश्वर का वचन ആ है। ദൈവവചനം നമ്മോട് സംസാരിക്കുമ്പോൾ वो वचन जब हमसे बात करता അത് है, നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല എങ്കിൽ अगर वो हम नहीं ले पाते हैं, ഞാൻ നിന്നെ അനുഗ്രഹിക്കാമെന്ന് പറയുന്ന വാക്കുകൾ കൊണ്ട് ഒരു പ്രയോജനമില്ല. तो मैं तुम अनुग्रह दूंगा करके बोलने से कुछ होता नहीं है। അനുഗ്രഹം പ്രാപിക്കണമെങ്കിൽ അതിന്റെ ചില വ്യവസ്ഥകൾ ദൈവം പറഞ്ഞിട്ടുണ്ട്. अगर अनुग्रह प्राप्त करना है तो कुछ व्यवस्था परमेश्वर ने ഇന്ന് दी है। പറ്റുന്ന കുഴപ്പം എന്തെന്ന് ചോദിച്ചാൽ अभी जो क्या समस्या है पता है? എല്ലാവരും പ്രവചനം കേൾക്കും, सभी लोग भविष्यवाणी देते हैं എന്നിട്ട് കാത്തിരിക്കും അതെപ്പോ लഭിക്കുമെന്ന്. और फिर इंतजार करते हैं कि कब मिलेगा, അല്ലെങ്കിൽ ലഭിച്ച പ്രവചനത്തിന് വേണ്ടി പ്രാർത്ഥിക്കാനോ या फिर जो भविष्यवाणी मिला है उसके प्रार्थना ആ करो। പ്രവചനം നമ്മുടെ ജീവിതത്തിൽ നടക്കണമെങ്കിൽ എന്ത് ചെയ്യണമെന്നോ अगर वो हमारे जीवन में होना है तो हमें क्या करना है? പലപ്പോഴും പ്രവാചകന്മാർ പറഞ്ഞു വരത്തില്ല. भविष्यवक्ता ऐसे नहीं बताते हैं। അവർ നിങ്ങൾക്ക് അനുഗ്രഹത്തിന്റെ പ്രവചനം തരും. हो सकता है आपको अनुग्रह का भविष्यवाणी അത് दे। പ്രാപിക്കണമെങ്കിൽ എന്ത് ചെയ്യണമെന്ന് വചനം പറഞ്ഞിട്ടുണ്ട്. जो प्राप्त करने के लिए क्या करना है वचन कहता है। അല്ലെങ്കിൽ ആ പ്രവചനം ഉള്ളതാണോ ഇല്ലാത്തതാണോ എന്ന് നമ്മൾ പരിശോധിക്കണം. वो भविष्यवाणी सही है या नहीं करके वो देखना है हमें। ഏത് ആത്മാവിലാണ് പ്രവചിക്കുന്നത് എന്നുള്ള വിവേചനം നമുക്ക് വേണം.
कौन सी आत्मा से वो भविष्यवाणी मिल रहा है करके पता होना है। അത് പ്രാപിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചാൽ वो प्राप्त करके अगर प्रार्थना करेंगे, ആമേൻ, അത് ദൈവാത്മാവ് പ്രകാരമുള്ളതാണെങ്കിൽ तो परमेश्वर की आत्मा की तरफ से है वो, നമുക്ക് അനുഗ്രഹം പ്രാപിക്കാൻ കഴിയും. तो हम अनुग्रह प्राप्त कर सकते हैं। ദൈവഹിത പ്രകാരമല്ലാത്തതാണെങ്കിൽ अगर परमेश्वर की इच्छा से नहीं है, എത്ര പ്രാർത്ഥിച്ചാലും അത് ലഭിക്കത്തില്ല. जितना भी प्रार्थना करो नहीं प्राप्त होगा। അതുകൊണ്ടാ പറയുന്നത് അത് നമ്മൾ വിവേചിക്കണമെന്ന്. इसीलिए कहा जा रहा है हमें वो जांचना है। ലഭിക്കുന്നതെല്ലാം ദൈവത്തിൽ നിന്നല്ല. मिल रहा है सब कुछ परमेश्वर से नहीं है, കാരണം പ്രവചനങ്ങൾ എല്ലാം ദൈവത്തിൽ നിന്നല്ല വരുന്നത്. ये भविष्यवाणी हर एक परमेश्वर से नहीं आती, സ്വയമായി പ്രവചിക്കുന്നതുണ്ട്. अपने आप से ही भविष्यवाणी देते അത് हैं, ബുദ്ധിയിൽ കൂടെ ആമെ വിളിച്ചു പറയുന്ന കാര്യങ്ങളുണ്ട്. अपने बुद्धि से जो है कुछ बातें बताते हैं। ദൈവാത്മാവ് പറയുന്ന പ്രവചനമുണ്ട്. परमेश्वर की आत्मा कुछ भविष्यवाणी देते ആ हैं, സാത്താനും ചിലതൊക്കെ നൽകി തരും. शैतान भी कुछ कहते हैं। അതുകൊണ്ടാ പറഞ്ഞ് വിവേചിക്കണമെന്ന്. इसलिए कहा जा रहा है जांचना है, അതുകൊണ്ട് പരിശോധിച്ച് നല്ലത് മുറുകെ പിടിക്കാനാ പൗലോസ് പറയും. इसलिए परख कर उसे पकड़ना कहीं पौलुस कहता ആമേൻ, है। അത് പരിശോധിച്ചിട്ട് നല്ലത് മാത്രം എടുക്കും. उसे परख कर सिर्फ अच्छा लेना है। ദൈവവചനം പറയുന്നു इसलिए परमेश्वर का वचन कहता ഇവിടെ है, പ്രവാചകന്മാർ വ്യാജമായി പ്രവചിക്കുന്നു. तो भविष्य वक्ता झूठे भविष्यवाणी देते हैं പുരോഹിതന്മാര് സപ്പോർട്ട് കൊടുക്കുക. और याजक उसको मदद करते ആ हैं, പുരോഹിതന്മാർ കൂടെ തന്നെ നിൽക്കുക. याजक उनके साथ रहते हैं ആ പുരോഹിതന്മാരും കൈയടിച്ചു വിടുന്ന. और याजक भी उनको मदद करते हैं। ആമേൻ, അതുകൊണ്ട് എന്താ സംഭവിക്കുന്നത്? तो क्या होता है, എന്റെ ജനത്തിന് അത് മതി, मेरे जन को यही काफी है, എന്റെ ജനത്തിന് ഈ വ്യാജ പ്രവചനം മതിയെന്ന്. मेरे प्रजा को ये झूठा भविष्यवाणी काफी है। എല്ലാം നിങ്ങൾ ഇപ്പൊ കേൾക്കും, ശരിയാ. आप जो सुन रहे सब कुछ सही है, നിങ്ങൾ കൈയടിച്ച് അതിനെ സന്തോഷിക്കും. आप जो ताली बजाकर खुश ആ होते हैं, നല്ല പ്രവചനം എന്നൊക്കെ പറയും. अच्छा भविष्यवाणी करके कहेंगे, കാരണം പുരോഹിതന്മാര് സപ്പോർട്ടാണല്ലോ. क्योंकि याजक मदद कर रहे हैं। ആമേൻ, എന്നാൽ ദൈവം ചോദിക്കുന്നു, परंतु परमेश्वर पूछते हैं, നിങ്ങൾക്കെല്ലാം ഇത് ഇഷ്ടം തന്നെ, आपको ये सब पसंद है, ഒടുക്കം നിങ്ങൾ എന്ത് ചെയ്യും? परंतु अंत में क्या करोगे? ഒടുക്കം നിങ്ങൾ എന്ത് ചെയ്യും? अंत में क्या ഇപ്പൊ करोगे? വലിയ സന്തോഷമാ, अभी आप खुश हो, ഇപ്പൊ വലിയ ഉത്സാഹമാ, अभी बहुत खुश हो, എന്നാൽ ഒടുക്കം നിങ്ങൾ എന്ത് ചെയ്യും? परंतु अंत में क्या करोगे? ഇന്നത്തെ ഈ കാര്യങ്ങളെല്ലാം മാറി മറിയും. अभी का जो ये अवस्था है सब कुछ बदल जाएगा, ഒടുവിൽ നിങ്ങൾ ദൈവസന്നിധി നിൽക്കും. अंत में परमेश्वर के सानिध्य में होगे। അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? तब आप क्या करेंगे? അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? तब आप क्या അതെ, करेंगे? ഒടുക്കം നിങ്ങൾ എന്ത് ചെയ്യും? अंत में क्या करेंगे? എന്നാൽ പൗലോസ് പറയുന്നു, पौलुस कहते हैं, ആമേൻ, ക്രിസ്തുവിൽ എന്റെ സഹോദരങ്ങളെ, मसीह में मेरे भाइयों, ആമേൻ, എന്റെ സഹോദരങ്ങളെ, मेरे भाइयों, ഒടുവിൽ നിങ്ങൾ എന്ത് ചെയ്യും? अंत में क्या करोगे? ഒടുവിൽ നിങ്ങൾ ചെയ്യേണ്ടത്, अंत में करना है। ആമേൻ, എഫേസ്യർക്ക് എഴുതിയ ലേഖനം इफिसियों का किताब 6-ാം അധ്യായം 6वां अध्याय അതിന്റെ 10-ാം വാക്യത്തിൽ വരുമ്പോൾ 10वां आयत में देखेंगे, അപ്പോസ്തലൻ പൗലോസ് പറയുന്നു, पौलुस कहते हैं, ആമേൻ, ഒടുവിൽ കർത്താവിലും അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവിൻ. तो अंतिम में प्रभु और उसकी शक्ति में प्रभाव होना है। ഒടുവിൽ നിങ്ങൾ ചെയ്യേണ്ടത്, तो क्या करना है? ആമേൻ, കർത്താവിലും അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെടുക. परमेश्वर में और उनके जो बल में जो है शक्ति प्राप्त करना है। ആമേൻ, ഒടുവിൽ നിങ്ങൾ ചെയ്യേണ്ടത് കർത്താവിൽ ബലപ്പെടുക. तो अंत में परमेश्वर में बल प्राप्त करना है। ഈ ലോകത്തിലെ പലതും നമുക്ക് ശക്തി നൽകുവാൻ കഴിയുമെന്ന് പറയും. इस दुनिया में कई सारी चीजें हमें शक्ति देगा करके कहा जाता എന്നാൽ है, നമുക്ക് ശക്തിപ്പെടേണ്ടത് ദൈവത്തിന്റെ വചനത്തിൽ, परंतु हमें शक्ति प्राप्त करना है परमेश्वर के वचन में। കർത്താവിന്റെ ബലത്തിലാണ് ശക്തിപ്പെടേണ്ടത്. परमेश्वर के बल में प्राप्त ഈ करना है, ലോകത്തിന്റെ ബലമല്ല, दुनियादारी में नहीं। ആമേ, ലോകത്തിൽ കിട്ടുന്നതല്ല, दुनिया में जो मिलता है वो नहीं, ക്രിസ്തുവിലും അവന്റെ ബലത്തിലും ശക്തിപ്പെടും. पर मसीह में और उनके बल में प्राप्त करना है। എന്തിനെന്നറിയാമോ? क्यों ऐसा है? പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽക്കാൻ. क्योंकि शैतान की विरुद्ध रहने के लिए നമുക്ക് വിരോധമായി ശത്രു പലവിധമാകുന്ന തന്ത്രങ്ങൾ ഒരുക്കും. हमारे विरुद्ध शत्रु कई सारी चीजें कर सकता है। കാരണം ദൈവവചനം പറയുന്നു, कि परमेश्वर का वचन कहता है, സാത്താന്റെ കയ്യിൽ ആയുധങ്ങളൊന്നുമില്ല. शैतान के हाथ में हथियार नहीं है, അവന്റെ ആയുധങ്ങളെല്ലാം ദൈവം പിടിച്ചു മേടിച്ചു. उसके हाथ का हथियार परमेश्वर ने लिया है। ആ എല്ലാ ആയുധങ്ങളും ദൈവം അവന്റെ കയ്യിൽ നിന്നും എടുത്തു മാറ്റി. सारे हथियार उसके हाथ से लिया है। അവന്റെ കയ്യിൽ ഇപ്പൊ ആയുധങ്ങളല്ല ഉള്ളത്, उसके हाथ में हथियार नहीं പിന്നെ है। എന്തെന്നറിയാമോ? फिर क्या है? തന്ത്രങ്ങളാ, तो जो है യുക്തി. युक्ति है। ആമേൻ, അവന്റെ കയ്യിലുള്ളതെല്ലാം തന്ത്രങ്ങളാ. तो उनके हाथ में युक्ति है, അവൻ തന്ത്രപൂർവ്വം നമ്മെ കൊടുക്കും. तो युक्ति के जरिए हमें फंसाता है। പലപ്പോഴും പലരും അവന്റെ തന്ത്രങ്ങളിൽ വീഴാറുണ്ട്. कई बार कई जन की युक्तियों में गिर जाते ആ हैं। കാരണം ഇന്ന് അനേകരെ ഈ പിശാചങ്ങനെ കയ്യിലെടുത്തിരിക്കുക. कि कई सारे जिनको जो शैतान ऐसे पकड़ा है, തന്ത്രപൂർവ്വം നുഴഞ്ഞു കയറും. तो जो है युक्तियों के जरिए वो जाता है। അവന്റെ തന്ത്രങ്ങൾ മറ്റുള്ളവർ പ്രയോജനപ്പെടുത്തും. तो उनका युक्ति जो है दूसरे की तरफ जो है वो डालता है। പലരും അവന്റെ കയ്യിൽ വീണു പോകും. कई जन इनके हाथ से गिर जाते हैं, അവൻ അവരെ ഉപയോഗിക്കുകയും ചെയ്യും. वो उनको इस्तेमाल करते हैं, അവൻ അവരെ കൊണ്ട് അവന്റെ പ്രവൃത്തി ചെയ്തെടുക്കും. तो उनके जरिए अपना कार्य को पूरा करते हैं। പലപ്പോഴും ദൈവ മക്കൾക്ക് പോലും അത് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. कई बार परमेश्वर के लोग नहीं समझ पाते, വിശ്വാസത്തിൽ നിൽക്കുന്നുവെന്ന് പറയുന്നവർക്ക് പോലും മനസ്സിലാക്കാൻ കഴിയത്തില്ല. विश्वास नहीं करके कहने वाले भी नहीं समझते। ദൈവവചനം പറയുന്നു, परमेश्वर का वचन कहता है, പിശാച് താനും
शैतान ആമേൻ വെളിച്ചപ്പാടിന്റെ ആമേൻ വേഷം ധരിച്ചാ വരുന്നത്. तो जो है ज्योति का नाटक क्या करता है। ഇന്ന് അനേക ആമേൻ ഇടങ്ങളിൽ അതാണ് വെളിപ്പെടുന്നത്. तो कई सारी जगह में ऐसे प्रकट हुए देखते हैं। ആമേൻ ഭയങ്കര പാട്ടും ബഹളവും ഒക്കെ ഉണ്ടെങ്കിലും कई जो है प्रार्थना और आराधना है तो ആമേൻ ദൈവത്തിന്റെ ആത്മാവിന്റെ പ്രവൃത്തിയാണോ എന്ന് പരിശോധിക്കേണ്ടിയിരിക്കുന്നു. परमेश्वर की आत्मा कार्य है कि जांचना है। ആമേൻ ദൈവത്തിന്റെ വചനം പറയുന്നത് परमेश्वर वचन कहता है നിങ്ങളത് ശോധന ചെയ്യണം. आपको परखना है, ആമേൻ നിങ്ങൾ ശോധന ചെയ്ത് आपको जांच कर അത് മനസ്സിലാക്കി മുന്നേറുക. वो समझ कर आगे बढ़ना है। ഇവിടെ പൗലോസ് പറയുന്നു, या पौलुस कहते हैं ഒടുവിൽ കർത്താവിൽ അവന്റെ അമിത ബലത്തിൽ ശക്തിപ്പെടുവീൻ. आखिर में परमेश्वर और उनके बल में जो शक्ति प्राप्त करना है। ആമേൻ എന്തുകൊണ്ടെന്നാൽ ऐसा क्यों है? പിശാചിന്റെ തന്ത്രങ്ങളോട് നിങ്ങൾ എതിർത്ത് നിൽക്കണം. कि शैतान युक्तियों के विरुद्ध हमें खड़े रहना है। അവന്റെ തന്ത്രങ്ങൾ എന്ന് നിങ്ങൾ അറിയാത്തവരല്ലല്ലോ. युक्तियों को नहीं जानने वाले नहीं हुआ। പൗലോസ് പറയുന്നു അവന്റെ തന്ത്രങ്ങളെ നിങ്ങൾക്കറിയാം. पौलुस कहता है कि उनकी युक्तियों को आप जानते അത് हो, മനസ്സിലാക്കണമെങ്കിൽ वो समझना है तो ആത്മാവിന്റെ ശക്തി നമുക്ക് ആവശ്യമായിരിക്കുന്നു. आत्मा का शक्ति की हमें आवश्यकता है। പരിശുദ്ധാത്മാവിന്റെ ശക്തിയിൽ നമ്മൾ ബലപ്പെടുമ്പോൾ, पवित्र आत्मा की शक्ति में अगर हम बल प्राप्त करते हैं, പരിശുദ്ധാത്മാവിന്റെ ശക്തിയിൽ നമ്മൾ മുന്നേറുമ്പോൾ पवित्र आत्मा की शक्ति में अगर हम बढ़ते हैं, പിശാചിന്റെ തന്ത്രങ്ങളെ മനസ്സിലാക്കാൻ കഴിയും. शैतान की युक्तियों को हम समझते ഇന്ന് हैं। അനേകർക്ക് പിശാചിന്റെ തന്ത്രം മനസ്സിലാകുന്നില്ല. कई सारे जन शैतान की युक्तियों को नहीं അവൻ समझते, പല രീതിയിലും പലരെയും വീഴ്ത്തിക്കൊണ്ടിരിക്കുക. कई तरीके से कई लोगों को गिराते हैं। പ്രിയമുള്ളവരെ, കർത്താവിന്റെ വരവ് ആസന്നമായെന്ന് മനസ്സിലാക്കി तो परमेश्वर का जो आगमन निकट है कि समझ സാത്താൻ അതിശക്തിയോടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. शैतान और शक्ति से काम कर रहा है। അതുകൊണ്ട് ഈ നാളിൽ നമുക്ക് ഉണരാം. इसलिए इन दिनों में हमें जागना है, ആമേൻ, നമുക്ക് ഉണരാം. हमें जागना है, നമുക്ക് കർത്താവിന്റെ ബലത്തിൽ ശക്തിപ്പെടാം. परमेश्वर के बल में शक्ति प्राप्त करना है। ആമേൻ, ആര് എന്ത് ചെയ്താലും कोई कुछ भी करे, ആര് എങ്ങനെ ജീവിച്ചാലും कोई कैसे भी जिए, നമ്മുടെ വിഷയം ആമേൻ നാം എങ്ങനെയാണെന്നുള്ളത്. हमें देखना है कि हम कैसे हैं। ആമേൻ, മറ്റുള്ളവർ നമ്മെ വീഴ്ത്താൻ ശ്രമിക്കും. दूसरे हमें गिराने की कोशिश करेंगे, മറ്റുള്ളവർ ചിലപ്പോൾ നമ്മെ തകർക്കുവാൻ ശ്രമിച്ചെന്ന് വരാം. दूसरे हमें हराने की कोशिश करेंगे। നമ്മൾ അതല്ല നോക്കേണ്ടത്. हमें वो नहीं देखना നമ്മൾ है, കർത്താവിൽ ശക്തിപ്പെടുക. हमें परमेश्वर में बल प्राप्त करना ആമേൻ, है। എല്ലാത്തിനും മേലെ ദൈവത്തിന്റെ സർവായുധ വർക്കം എടുക്കുക. सबसे ऊपर परमेश्वर हथियारों में पहनना है। ആമേൻ, കർത്താവിന്റെ ആമേൻ സർവായുധ വർഗങ്ങൾ ധരിക്കണം. परमेश्वर का वो जो कवच हमें पहनना है ആമേൻ, ദൈവത്തിന്റെ സർവായുധ വർഗം എടുക്കുകയും വേണം. और वो कवच को लेना भी है। ആമേൻ, കയ്യിൽ എടുക്കാനുള്ളത് കയ്യിൽ എന്തുക, जो हाथ में लेना उसे हाथ में लेना है, ശരീരത്തിൽ ആമേൻ ധരിക്കുവാനുള്ളത് ശരീരത്തിൽ ധരിക്കുക. और जो शरीर में पहनना है उसे हमें पहनना है। എന്തുകൊണ്ടെന്നാൽ ऐसा क्यों है? ശത്രു ഏത് രീതിയിലാണ് അറ്റാക്ക് ചെയ്തെന്ന് പറയാൻ പറ്റത്തില്ല. क्योंकि शत्रु कैसे हमें सताता हमें नहीं पता, ആരിൽ കൂടെ പ്രവർത്തിക്കുമെന്ന് പറയാൻ പറ്റത്തില്ല. किसके जरिए होगा नहीं बता അവൻ सकता, ആരിൽ കൂടെയും പ്രവർത്തിക്കാൻ കഴിയും. किसी के भी जरिए वो कर सकता है, അവൻ എങ്ങനെയും പ്രവർത്തിക്കാൻ കഴിയും. कैसे भी काम कर सकता है, പക്ഷെ നമ്മൾ അവന്റെ തന്ത്രങ്ങളെ മനസ്സിലാക്കുക. परंतु हमें उनकी युक्तियों को समझना है। പൗലോസ് പറയുന്നു, पौलुस कहते हैं ഒടുവിൽ आखिर में, ആമേൻ, ഒടുവിൽ आखिर में നിങ്ങൾക്ക് ലഭിച്ച വചനം आपको जो मिला वचन അത് മറ്റുള്ളവർക്ക് കൊടുക്കണം. दूसरों तक पहुंचाना है। ഞങ്ങളിൽ നിന്ന് കേട്ട് നിങ്ങൾ ഗ്രഹിച്ചതുപോലെ, हमसे सुनकर आपने जो प्राप्त किया നിങ്ങൾ है, ഇപ്പോൾ നടക്കുന്നത് പോലെ आप जिसे चल रहे हैं, നിങ്ങൾ വർദ്ധിച്ചു വരണം. आपको बढ़ना है, നിങ്ങൾ വർദ്ധിച്ചു വരണം. आपको बढ़ना है। യിരെമ്യാവ് പറയുന്നു, यिर्मयाह कहते हैं ആമേൻ, ഇപ്പോ നടക്കുന്നതും കൂടുതലും വ്യാജമാണ്. अब अभी जैसे चल रहे हैं वो झूठा है, ആമേൻ, വ്യാജമായി ഇപ്പോ നടക്കുന്നത് झूठों के समान चल रहे हैं। അതെല്ലാവർക്കും ഇഷ്ടമാണ്. सबको पसंद है, കൂടുതൽ ആൾക്കാർക്ക് അതാ ഇഷ്ടം. कई जन को वही पसंद है। വ്യാജമാണ് പെട്ടെന്ന് പുറത്തു വരുന്നത്. झूठा है जो जल्दी बाहर आता है, സത്യം തെളിഞ്ഞു വരാൻ സമയമെടുക്കും. सत्य को बाहर आने समय लगता है। അപ്പോ ഈ വ്യാജമുള്ളവരെയാണ് ജനം ഇഷ്ടപ്പെടുന്നത്. तो झूठ है उसे प्रजा प्रेम करती है। എന്നാൽ ഒടുക്കം നീ എന്ത് ചെയ്യും? तो आखिर में क्या करोगे? ഒടുക്കം നീ എന്ത് ചെയ്യും? अंत में क्या ഇപ്പൊ करोगे? എല്ലാം നല്ല രീതിയിൽ നടക്കുന്നുണ്ട്. अभी सब ठीक चल रहा है, എല്ലാം നല്ല സ്മൂത്ത് ആയിട്ട് പോകുന്നുണ്ട്. अभी बहुत अच्छे से जा रहा है। പൗലോസ് ആമേൻ കപ്പലിൽ യാത്ര ചെയ്യുമ്പോൾ पौलुस जब जहाज में जा रहा था, ആമേൻ ആ കപ്പലിലുള്ള ആൾക്കാരോട് പറഞ്ഞു, वो जहाज में जो लोग उनसे വലിയൊരു വിപത്തി വരാൻ പോവുകയാണ്. बहुत बड़ी विपत्ति आने वाली നിങ്ങൾ അധികം ഒന്നും ഇതിനകത്ത് കയറ്റി വയ്ക്കരുത്. है, ज्यादा कुछ इसके अंदर मत रखिए, ആവശ്യമില്ലാത്ത ഒന്നും നിങ്ങൾ ഇതിനകത്ത് കയറ്റരുത്. जो आवश्यक नहीं है उसे मत रखिए, അത്യാവശ്യമുള്ളത് മാത്രം വെച്ചാൽ മതി. जो जरूरत है उसे ही रखिए। കാരണം വഴിയിൽ ഇതെല്ലാം നഷ്ടപ്പെടാനുള്ളതാ. ये रास्ते में सब होने ഇത് वाले हैं, കാണുന്നതെല്ലാം വലിച്ചു വാരി കയറ്റി വയ്ക്കുക. जो कुछ दिख रहा है वो सब कुछ अंदर डाल रहे हैं। ആമേൻ, പ്രൈസ് വഴിയിൽ പ്രശ്നം ഉണ്ടാകുമെന്ന് മനസ്സിലാക്കിയിട്ട് പോലും रास्ते में जो है परेशानी होगी समझ कर ദൈവദാസന്റെ വാക്ക് കേൾക്കാതെ परमेश्वर की आज दास का बात ആമേൻ नहीं सुना है। നിറയ്ക്കാനുള്ളതെല്ലാം നിറച്ചു. जो भरना है सब भर दिया। ആമേൻ കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ कुछ समय बाद എല്ലാം സ്മൂത്ത് ആയിട്ട് പൊയ്ക്കൊണ്ടിരിക്കുക. बहुत अच्छे से जा रहा है सब ഇപ്പൊ कुछ। ഇതിനകത്തിരിക്കുന്നവർ പറയുന്ന ഒരു കാര്യമുണ്ട്. अब इसके अंदर रहने वाले कुछ लोग कहते हैं, ആമേൻ, ഇപ്പൊ കപ്പലിലുള്ളവർ പറയുന്ന ഒരു കാര്യമുണ്ട്. जहाज में लोग कहते हैं, നമ്മൾ ഈ പൗലോസിന്റെ വാക്ക് കേട്ടെങ്കിൽ നമ്മൾ മൂഢന്മാരായി പോവാനെ. अगर पौलुस का बात सुनते तो हम मूर्ख बन जाते। ഇപ്പൊ നോക്കിയ ഒരു പ്രശ്നവുമില്ല.
अभी देखिए कुछ परेशानी नहीं है, ആമേൻ. നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ ഒന്നും അല്ല. जैसा हमने उम्मीद किया वैसा नहीं है। നമ്മൾ പേടിച്ചാണെങ്കിലും എല്ലാം കയറ്റിയല്ലോ. हम डर के है तो भी നമ്മൾ അവിടെ എത്തിച്ചേരും. हम वहां पे पहुंचेंगे। ആ ഉറപ്പോടെ പോവുക. वो जो विश्वास से जा रहे हैं, ആമേൻ. തെക്കൻ കാറ്റ് മന്ദം ഊതിക്കൊണ്ടിരിക്കുക. तो जो हवा आने लगी ആമേൻ. നല്ല തണുത്ത കാറ്റാ. वो ठंडी हवा है, സാഹചര്യങ്ങളെല്ലാം നല്ലതാ, सारा जो है परिस्थिति ठीक है, എല്ലാം അനുകൂലമാ. सब कुछ अनुकूल है। പെട്ടെന്ന് अचानक ചിന്തിക്കാത്ത സമയത്ത്, सोचने के नहीं समय, പ്രതീക്ഷിക്കാത്ത സമയത്ത് जो नहीं उम्मीद किया था, तब ഒരു വലിയ കൊടുങ്കാറ്റ് അടിക്കാൻ ഇടയായി തീർന്നു. एक बड़ा हवा आने लगा। അതിനെക്കുറിച്ച് പറഞ്ഞ ഈശാനമൂലൻ വലിയ കൊടുങ്കാറ്റ് അടിക്കാൻ തുടങ്ങി. वहाँ कहा जा रहा है कि बहुत बड़ा जो हवा आने लगा। എന്നാൽ परंतु ദൈവം പൗലോസിനോട് പറഞ്ഞതുപോലെ परमेश्वर से पौलुस को कहते हैं, എല്ലാം നഷ്ടപ്പെട്ടുവെങ്കിലും सब कुछ खोया तभी भी അവരുടെ ജീവന് ഹാനി വന്നില്ല. उनके जीवन में कोई हानि नहीं നമ്മൾ है। പ്രതീക്ഷിക്കാത്ത സമയത്ത് ചില കൊടുങ്കാറ്റ് നമ്മുടെ ജീവിതത്തിൽ അടിക്കും. हम जो उम्मीद नहीं करते तब कुछ हवा आ सकता है, അത് നമ്മുടെ ജീവിതത്തിൽ ചില നാശനഷ്ടങ്ങൾ സംഭവിക്കും. हमारे जीवन में कुछ खोया जा सकता है, നമ്മുടെ ജീവിതത്തിൽ ചില ബുദ്ധിമുട്ടുകൾ സംഭവിച്ചെന്ന് വരാം. कुछ परेशानी हो सकता है। എന്നെ ശ്രവിക്കുന്ന പ്രിയമുള്ളവരെ, सुनने वाले प्रियो, ആമേൻ, നിങ്ങളുടെ പ്രാണനെ ദൈവം കരുതിക്കൊള്ളും. आपके प्राण को परमेश्वर बचाएंगे। ആമേൻ. വിളിച്ച ദൈവം വിശ്വസ്തനാ. जो बुलाए हैं वो विश्वास योग्य है। ജീവിതത്തിൽ കടന്നു വരുന്ന കാറ്റും കോളും കണ്ട് നിങ്ങൾ പേടിക്കരുത്. जीवन में आने वाली जो हवा है उसे देखकर डरिए मत। എന്നോട് കഴിഞ്ഞ ദിവസം ഒരാൾ ഇങ്ങനെ വിളിച്ചു ചോദിച്ചു, पिछले दिनों में मुझे एक जने से पूछ रहे थे, ഒരു ഈശാനമൂലൻ അടിച്ചു അല്ലേ? एक हवा आया है करके, ആമേൻ. എന്നാൽ ആമേൻ, ദൈവം ആമേൻ കൂടെ ഉണ്ടായിരുന്നു. परंतु परमेश्वर हमारे साथ थे। ഏതെല്ലാം പ്രതികൂലങ്ങൾ കടന്നു വന്നാലും, चाहे जो भी परेशानी हो, ഏതെല്ലാം പ്രതിസന്ധികൾ കടന്നു വന്നാലും, जो भी परिस्थिति हो, നമ്മൾ ചിന്തിക്കാത്ത സമയത്ത് हम नहीं सोचने के समय में ചില പ്രതികൂലങ്ങൾ നമുക്ക് വിരോധമായി വന്നാലും कुछ चीजें हमारे विरुद्ध आते हैं, तब വിളിച്ച ദൈവം വിശ്വസ്തന, जो बुलाए हुए परमेश्वर विश्वस्त है, അന്ത്യത്തോളം നടത്തുവാൻ ശക്തന. अंत तक चलाने का शक्ति ആ है। ദൈവത്തിൽ ആശ്രയിച്ചാൽ उस परमेश्वर पे भरोसा रखने का നഷ്ടമെല്ലാം ലാഭമാക്കി തീർക്കും. जो नष्ट हुआ है वो सब लाभ बनता है, ആമേൻ. നഷ്ടമെല്ലാം ലാഭമാക്കി തീർക്കും. जो नष्ट हुआ है सब लाभ बनता है। പൗലോസ് പറഞ്ഞു, എന്റെ ജീവിതത്തിൽ ലാഭമായിരുന്നു നഷ്ടമാക്കി കളഞ്ഞപ്പോൾ और उस कहता है जो लाभ था वो सब खोया है, तब എന്റെ ജീവിതത്തിലെ നഷ്ടമായിരുന്നതെല്ലാം ലാഭമായി തീർന്നു. जो खोया है वो सब लाभ जैसे बदला। ആമേൻ. ഞാനിപ്പോ നഷ്ടപ്പെടുത്തിയതിനെ കുറിച്ചല്ല ചിന്തിക്കുന്നത്, जो मैंने खोया उस बारे में नहीं सोच रहा, എനിക്ക് ലഭിച്ചതിനെ കുറിച്ചാണ് ഞാൻ ചിന്തിക്കുന്നത്. प्राप्त कर रहा उस बारे में। ആമേൻ. പൗലോസിനോട് കൂടെ നമുക്ക് പറയാൻ കഴിയുമോ? पौलुस के साथ हम कह सकते हैं, അതെ, ഒടുവിൽ आखिर में കർത്താവിലും അവന്റെ അമിത ബലത്തിൽ നമുക്ക് ശക്തിപ്പെടാം. परमेश्वर के बल में हमें शक्ति पाना है, കാരണം ശത്രുവിനോട് നമുക്ക് എതിർത്ത് നിൽക്കണം. क्योंकि शत्रु के विरुद्ध खड़े रहना है। വൽക്കാലം നമ്മുടെ കണ്ണുകൾ അടയ്ക്കാം. आज आई आंखें बंद ഒരു നിമിഷം നമുക്ക് ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. उस समय परमेश्वर के हाथ में दे। ഏതെല്ലാം പ്രതികൂലങ്ങൾ ജീവിതത്തിൽ കടന്നു വന്നാലും, जो कोई परेशानी जीवन में आए, ഏതെല്ലാം പ്രതിസന്ധികൾ കടന്നു വന്നാലും, जो परिस्थिति जीवन में आए, വിടുവിക്കുന്ന ദൈവം കൂടെയുണ്ട്. छुड़ाने वाले परमेश्वर साथ है। വീണ്ടെടുപ്പുകാരൻ ജീവിക്കുന്നു. जो है बचाने वाले परमेश्वर जिंदा है। യാക്കോബിനോട് ദൈവം പറഞ്ഞത്, याकूब को परमेश्वर कहते നിന്റെ हैं, വീണ്ടെടുപ്പുകാരൻ ഇസ്രായേലിന്റെ പരിശുദ്ധനാണ്. जो बचाने वाला इस्राएल का पवित्र है, ആമേൻ. അവൻ നിന്നെ വീണ്ടെടുക്കും, वो आपको बचाएंगे, ശക്തീകരിക്കും, वो शक्ति देंगे, ബലപ്പെടുത്തും. बल देंगे। ഇന്ന് പകൽക്കാലം ആ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. आज वो उनके हाथ में हम देते हैं। ഒടുവിൽ നീ എന്ത് ചെയ്യും? अंत में क्या करोगे? ഒടുവിൽ നീ എന്ത് ചെയ്യും? अंत क्या करोगे? കർത്താവിലും അവന്റെ അമിത ബലത്തിന് ശക്തിപ്പെടാം. परमेश्वर उनके बल में शक्ति प्राप्त करना है। കർത്താവിലും അവന്റെ അമിത ബലത്തിന് ശക്തിപ്പെടാം. परमेश्वर के बल में शक्ति प्राप्त करना ആമേൻ. നിശ്ചയമായും അന്ത്യത്തോളം ദൈവം നമ്മെ നടത്തും. है। अंत तक हमें चलाएंगे। ഇന്ന് പ്രതികൂലത്തിന്റെ അവസ്ഥയാണോ? आज परेशानी का समय है, പ്രതിസന്ധിയുടെ അവസ്ഥയാണോ? परेशानी का अवस्था है, പ്രതികൂലങ്ങളിൽ കൂടെയാണോ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്? जो परेशानी से गुजर रहे हैं, ഇന്ന് പൽക്കാലം ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കും. आज परमेश्वर के हाथ में दीजिए। അതിനൊരു സമാപ്തിയുണ്ട്. उसका जो है समाधान है, ആമേൻ. ഒരു അവസാനമുണ്ട്. उसका अंत है। ഒരു മഴയും തോരാതിരിക്കത്തില്ല. एक कोई भी बारिश चलते नहीं रहता है, ആമേൻ. അത് നിൽക്കുന്ന ഒരു സമയമുണ്ട്. रुकने वाला एक समय है। ഒരു രാത്രിയും പുലരാതിരുന്നിട്ടില്ല. ऐसा कोई रात नहीं है जो नहीं खत्म हुआ है। ആമേൻ. ഒരു രാത്രി ഉണ്ടെങ്കിൽ ഒരു പകലുണ്ട്. अगर एक रात है तो एक सुबह है। ആമേൻ. ഒരു മഴയുണ്ടെങ്കിൽ അതിനൊരു സമാപ്തിയുണ്ട്. अगर बारिश है तो वो अंत होता है। ഇന്ന് ജീവിതത്തിൽ പ്രതിസന്ധിയാണോ? आज जीवन में परेशानी है, ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. परमेश्वर के हाथ में देते हैं। അതെല്ലാം തീരാൻ പോവുകയാണ്. वो सब खत्म होने वाला है, അതെല്ലാം മാറാൻ പോവുകയാണ്. सब बदलने वाला है। ഒരു നല്ലൊരു പ്രഭാതം കാണുവാൻ നമ്മൾ പോവുക. एक अच्छा एक सुबह हम देखने वाले हैं, ആമേൻ. നല്ലൊരു പ്രഭാതം കാണാൻ പോവുകയാണ്. एक अच्छा सुबह देखने वाले हैं। ഇന്നത്തെ പകൽക്കാലം നമ്മുടെ ജീവിതത്തിൽ അത് അനുഗ്രഹമായി തീരട്ടെ. आज सुबह के समय वो एक अनुग्रह जैसे അത് बदले, ഇന്നത്തെ പകൽക്കാലം നമ്മുടെ ജീവിതത്തിൽ ഒരു വിടുതലായി തീരട്ടെ. वो अभी चमत्कार बदले। ഇന്നത്തെ പകൽക്കാലം നമുക്കൊരു അനുഗ്രഹമായി തീരട്ടെ. आज सुबह वो एक अनुग्रह बदले, ഇന്നത്തെ പകൽക്കാലം നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രത്യാശയുള്ളതായി തീരട്ടെ. आज वो एक आशा के रूप में बदले। ആമേൻ. ചില നന്മകൾ പ്രാപിക്കുവാൻ,
कुछ अच्छाई मिलने के लिए, ഇതുവരെ ഈ മുടങ്ങിക്കിടന്നത് ചിലത് പ്രാപിക്കുവാൻ जब तक रुका था प्राप्त करने के लिए, ഇന്നത്തെ പകൽക്കാലം അതിനൊരു മുഖാന്തരമായി തീരട്ടെ. आज का ये सुबह एक मौका बने। നമുക്ക് ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. परमेश्वर के हाथ में हम देते हैं, നമുക്ക് പ്രാർത്ഥിക്കാം. हम प्रार्थना करते हैं, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം. विश्वास के साथ प्रार्थना करते ഇന്നത്തെ हैं। ദിവസം आज का दिन ചില നന്മകൾ നിങ്ങളെ തേടി വരും. कुछ चीजें आपको ढूंढ कर आएंगे, ചില അനുഗ്രഹങ്ങൾ തേടി വരും. कुछ अनुग्रह आएंगे। ഏൽപ്പിച്ചു കൊടുക്കാമോ? क्या हम दे सकते हैं? വിശ്വസിക്കാമോ? विश्वास कर सकते പൗലോസ് हैं। പറയുന്നത് എല്ലാവരിലും ഈ വിശ്വാസമില്ലല്ലോ. पौलुस कहते हैं कि सब में विश्वास नहीं है, എല്ലാവരിലും ഈ വിശ്വാസമില്ലല്ലോ. सब में विश्वास नहीं है। നമുക്ക് നമ്മുടെ വിശ്വാസം വർദ്ധിപ്പിക്കാം. आज विश्वास को हम बढ़ाएं, ഉറപ്പോടെ പറയാം, हम कहेंगे ആമേൻ, എന്റെ ദൈവം എനിക്ക് വേണ്ടി പ്രവർത്തിക്കും. परमेश्वर मेरे लिए काम करे। ഇന്നത്തെ പകൽക്കാലം എന്റെ ദൈവത്തിന് പ്രവർത്തിക്കാനുള്ളത്. परमेश्वर आज मेरे लिए काम करने वाले हैं। ഇന്നത്തെ ദിവസം എന്റെ നന്മയ്ക്കുള്ള ദിവസം. आज का दिन मेरे अच्छाई का दिन है, ഇന്നത്തെ ദിവസം എന്റെ അനുഗ്രഹത്തിന്റെ ദിവസം. मेरा अनुग्रह का दिन है, आज ഇന്നത്തെ ദിവസം എന്റെ വിടുതലിന്റെ ദിവസമാണ്. मेरा छुटकारा का दिन है। आज ഇന്നത്തെ ദിവസം ഞാൻ അനുഗ്രഹം പ്രാപിക്കും. आज मैं अनुग्रह प्राप्त ഈ करूंगा। പ്രഭാതത്തിൽ ഞാൻ പറയുന്നു, इस सुबह के समय में कह रहा हूँ, ഇന്നത്തെ ദിവസം ഞാൻ അനുഗ്രഹം പ്രാപിക്കും. आज सुबह के दिन में अनुग्रह प्राप्त നാളെയല്ല, कल नहीं, ഇന്ന് ഞാൻ പ്രാപിക്കും. आज प्राप्त करूंगा। രോഗസൗഖ്യം ഞാൻ ഇന്ന് പ്രാപിക്കും. तो बीमारी का ചങ്കായി, शंगाई आज प्राप्त അത് करूंगा। ഇന്ന് എനിക്ക് സൗഖ്യം ലഭിക്കും. आज शंगाई मिलेगी, എന്റെ പ്രശ്നങ്ങൾക്ക് ഒരു സമാപ്തി വരും. आज परेशानी का ഞാൻ समाप्ति होगा। വിശ്വസിക്കുന്നു. मैं विश्वास करता हूँ। നമുക്ക് ഏറ്റു പറയാം, आज हम कहेंगे, സ്വർഗസ്ഥ പിതാവ് ഞങ്ങളുടെ നല്ല ദൈവമേ, हे हमारे स्वर्गीय पिता ഈ परमेश्वर, നല്ല പ്രഭാതത്തിനായി നന്ദി പറയുന്നു. ये अच्छे सुबह के लिए हम धन्यवाद करते हैं। ഇന്നത്തെ ദിവസം आज का दिन, ഈ വചനം ശ്രവിക്കുന്ന എല്ലാവരുടെ ജീവിതത്തിലും, आज सुन रहे वचन सभी के दिन, ആമേൻ, എല്ലാവരുടെ ജീവിതത്തിലും വിടുതലിന്റെ ദിവസമായി തീരട്ടെ. सबके जीवन में एक छुटकारा का समय हो, അനുഗ്രഹത്തിന്റെ ദിവസമായി തീരട്ടെ. अनुग्रह का समय हो। ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. अनुग्रह की प्रार्थना कर रहा हूँ। പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. पिता पुत्र पवित्र आत्मा के नाम से मैं अनुग्रह की प्राप्त कर रहा हूँ। ഇന്നത്തെ നന്മകൾ ഇന്ന് അവർ പ്രാപിച്ചെടുക്കട്ടെ. आज का अच्छाई जो है आज प्राप्त करे, മുടങ്ങിക്കിടക്കുന്ന നന്മകൾ പ്രാപിച്ചെടുക്കട്ടെ. जो रुका हुआ है वो प्राप्त करे, യേശുവിന്റെ നാമത്തിൽ यीशु मसीह के नाम से। ഇന്നത്തെ പ്രഭാതം आज का सुबह का दिन അനുഗ്രഹത്തിന്റെ ദിവസമായി തീരട്ടെ. अनुग्रह का दिन बने, അനുഗ്രഹത്തിന്റെ ദിവസമായി തീരട്ടെ. अनुग्रह का दिन बने, അവരത് വിശ്വസിച്ച് പ്രാപിക്കട്ടെ. विश्वास करके प्राप्त करे, യേശുവിന്റെ നാമത്തിൽ, यीशु मसीह के नाम से, യേശുവിന്റെ നാമത്തിൽ यीशु मसीह के नाम അത് से പ്രാപിച്ചെടുക്കട്ടെ. प्राप्त करे, പ്രാർത്ഥിക്കുകയാണ്. प्रार्थना कर रहे हैं। ദൈവം അങ്ങനെ ചെയ്തതിനായി സ്തോത്രം. परमेश्वर ऐसे किए हैं इसलिए धन्यवाद करते हैं, അനുഗ്രഹിച്ചതിനായി സ്തോത്രം. अनुग्रह किए इसलिए धन्यवाद करते हैं, അവരെ ആശീർവദിച്ചതിനായി സ്തോത്രം. आशीर्वाद दिए इसलिए धन्यवाद നന്മകൾ അവർക്ക് പകർന്നു കൊടുത്തതിനായി സ്തോത്രം. अच्छाई दिए इसलिए धन्यवाद करते हैं। ഈ ദിവസങ്ങളിൽ കർത്താവിന്റെ ഹിതപ്രകാരം മുന്നേറുവാൻ കൃപ ചെയ്താണ്. इन दिनों में परमेश्वर इच्छा के हिसाब से बढ़ने के लिए सहायता कीजिए। അടിയങ്ങളെയും കർത്താവ് ഉപയോഗിച്ചതിനായി സ്തോത്രം. हमें इस्तेमाल किया इसलिए धन्यवाद करते हैं। പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. प्रार्थना सुने से धन्यवाद। യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ പിതാവേ, यीशु मसीह के नाम से मांगते हैं, ആമേൻ, आमीन। ആമേൻ.